തുടങ്ങാം. അറിയുമ്പോൾ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1735 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറാണ്. MD MRCP UK, ABIM USA, Physician and Behavioral Scientist USA, അമേരിക്കയിൽ പ്രൈമറി കെയർ ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റായി 1994 മുതൽ ജോലി ചെയ്യുന്നു. 50 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുള്ള വ്യക്തിത്വം. വിവിധ ടെലിവിഷൻ ചാനലുകളിലും പ്രിന്റ് മാധ്യമങ്ങളിലും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുമുള്ള വ്യക്തിത്വം. മണ്ടത്തരം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെ ആരംഭിക്കാം. Okay. I assume I'm audible. Yes. I want to make sure that my slide is also visible. സ്ലൈഡ് വന്നില്ല. വരുന്നുണ്ട്. ഇപ്പം is it visible slide? വന്നു. വരുന്നു. Okay, good. Okay. Topic stupidity, മണ്ടത്തരം. I will try to finish my presentation within 50 minutes. 50. ഇത് വളരെ വാസ്റ്റ് ആണ്. കടല് പോലെ അത്രയ്ക്ക് ഡീപ്പ് ആൻഡ് വൈഡാണ്. ഒരു 50 മിനിറ്റ് പറഞ്ഞ് തീർക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു റിയലി ചലഞ്ചിങ് ടാസ്ക്. ഇന്നലെ ഞാൻ നിങ്ങളുടെ ടോക്കിൽ വന്നപ്പോൾ അദ്ദേഹം 45 മിനിറ്റിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവസാനം അദ്ദേഹത്തിന് 55 മിനിറ്റ് ആയപ്പോഴും ഒന്നും ആയില്ല. പ്ലാന്റും ആനിമലും ഒന്നും എത്താൻ പറ്റിയില്ല. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ. സോ നേരെ സബ്ജക്റ്റിലോട്ട് കയറുകയാണ്. സ്റ്റുപ്പിഡിറ്റി. My mission is to entertain, educate, enlighten and empower. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ ബിറ്റർ മെഡിസിൻ ആണെച്ചാലും അത് തേനിൽ ചാലിച്ച്, അതുപോലെ പില്ലാണെന്നുണ്ടെങ്കിൽ ഷുഗർ കോട്ടഡ് പിൽ, അതിന് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ടോപ്പിക്സ് മിക്കതും കുറച്ച് ബിറ്ററാണ് കേട്ടോ. കുറച്ച് അത്ര ഒരു പ്ലസന്റ് ആയിട്ടുള്ളതല്ല. അത് കാരണം കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ കോട്ട് ചെയ്യും. മിക്കവർക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്ക് ഒരു രക്ഷയില്ല, അവർക്കത് പിടികിട്ടത്തില്ല. സോ ഐ അസ്യൂം ഈ ഹോമിയോ ഉള്ളവർക്ക് എച്ചിന്റെ കൂടെ ഒരു എച്ചും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഹ്യൂമർ സെൻസും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഹോമിയോ ആൻഡ് ഹ്യൂമർ. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട്. My webinar is based on a nut box: needful information, useful information, and truthful information. Always my webinars are based on FAQ, fact. Then anecdotes എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സ്റ്റോറീസ് ഓർ ഫിക്ഷണൽ സ്റ്റോറീസ്. കോട്സ്, കൊട്ടേഷൻസ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ ഒരു കൊട്ടേഷൻ ആയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതായത് ഫാക്ട്സ് ആർ ഫാക്ട്സ് ആൻഡ് വിൽ നോട്ട് ഡിസപ്പിയർ ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ലൈക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഫാക്ട് മാറാൻ പോകുന്നില്ല കേട്ടോ. ഫാക്ട്സ് ആർ ഫാക്ട്സ്. എങ്കിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറെ ഫാക്ട്സ് വരുന്നുണ്ട്. അതിൽ ചിലർക്ക് ഇതിൽ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയാണ് ഞാൻ ആ നെഹ്റുവിന്റെ ആ കൊട്ടേഷൻ കാണിച്ചിരിക്കുന്നത്. ഫാക്ട്സ് ആർ ഫാക്ട്സ്. Many books on stupidity: Understanding Stupidity, The Problem with the Stupid, The Cure for Stupid. എന്നിട്ട് ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് സ്റ്റുപ്പിഡിറ്റി.
ഈ സ്റ്റുപ്പിഡിറ്റി ഡേഞ്ചറസ് ആണോ? അതെ, ഈ സ്റ്റുപ്പിഡിറ്റി ഹാൻഡിക്യാപ്പ്, ഈ സ്റ്റുപ്പിഡിറ്റി ക്യൂറബിൾ ഓർ പ്രിവെന്റബിൾ? ഈ 4 കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം, വാട്ട് ഈസ് സ്റ്റുപ്പിഡിറ്റി? എ ബിഹേവിയർ ദാറ്റ് ഷോസ് എ ലാക്ക് ഓഫ് ഗുഡ് സെൻസ് ഓർ ജഡ്ജ്മെന്റ്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ യു എന്നെണ്ണം അണ്ടർസ്റ്റുഡ്. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് പോകും. എത്ര പേർക്ക് പിടികിട്ടി? ആ കുടിയിൽ കാണാൻ പറ്റുന്ന ഒരു 3 പേരുടെ ഇതേ കാണുന്നുള്ളൂ. ക്യാമറ ഓൺ ചെയ്തിട്ടുള്ളത് മറിയാമ്മ ജോൺ, ഒരു പ്രദീപ് കുമാർ, എന്നിട്ട് നമ്മുടെ സാംസങ് വേണുഗോപാലൻ, പിന്നെ ഒരു വേലപ്പൻ പിള്ള. അതുകൊണ്ട് ബാക്കി എല്ലാവരും ഇരുട്ടിന്റെ ആത്മാക്കളായിട്ടിരിക്കുകയാണ്. അത് കാരണം ഒന്ന് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇട്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഒന്ന് ചാറ്റ് ബോക്സിൽ എന്തിട്ടെ, മനസ്സിലായെങ്കിൽ ഒരു യു ഇട്ടെ. ഒന്ന് കൈയൊന്നും തളർന്നു പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു പ്രദീപ് കുമാർ. ഓക്കെ, താങ്ക് യു വിനു. ഓക്കെ ഗീത തോമസ്, താങ്ക് യു. ഇത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അറിയണം എത്ര പേർക്ക് ഇത് മനസ്സിലായെന്നുള്ളത്. ചിലപ്പോൾ മനസ്സിലാതെ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അത് തന്നെ സ്റ്റുപ്പിഡിറ്റിയാണ്. ചില മീറ്റിംഗിൽ, വെബിനാറിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവും. എത്ര പേർക്ക് പിടികിട്ടി? ഒന്നും അന്വേഷിക്കുന്നില്ല. അതാണ് ആദ്യത്തെ സ്റ്റുപ്പിഡിറ്റി. ഓക്കെ, ഇത് യൂറിപ്പൈഡിസ് talk sense to a fool and he calls you foolish. നിങ്ങളൊരു ശരിക്കും ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരാളത്ത് നിങ്ങൾ സെൻസിബിൾ പറഞ്ഞാണല്ലോ, അയാൾക്ക് മനസ്സിലാകത്തില്ല. അയാൾ പറയും ഇയാൾ ഫൂളിഷ് ആണെന്ന് പറയും. റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നുണ്ട്, പറയാനും പോകുന്നുണ്ട്. ഇത് എത്ര BC-യിലാണ്. ദാറ്റ് മാൻ സെഡ് എപ്പോഴും 2500 കൊല്ലത്തിന് മുൻപ് പറഞ്ഞാണ്. അന്ന് തന്നെ ഒരുപാട് പേര് സ്റ്റുപ്പിഡ് ഉണ്ട് കേട്ടോ. സ്റ്റുപ്പിഡിറ്റി പുതിയതൊന്നും അല്ല, വളരെ പഴയതാണ്. ഫ്രാങ്ക് സാപ്പ, അമേരിക്കൻ മ്യൂസീഷ്യൻ, പറഞ്ഞാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. There is more stupidity than hydrogen in the universe and it has a longer shelf life. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എ ഇട്ടെ, എഗ്രി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡി ഇട്ടെ. ഇഫ് യു ഡിസഗ്രി, എനിക്ക് അറിയണം എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ട്, എത്ര പേര് ഡിസഗ്രി ചെയ്യുന്നുണ്ടൊക്കെ. ഫ്രാങ്ക് സാപ്പ, ഓക്കെ. വേണമെന്നാർ വേലപ്പൻ പിള്ളജി, യെസ്. ഭാഗ്യലക്ഷ്മി എഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു ബാക്കി മിക്കവരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. രാത്രി 9:30 മണിയായി, ഞായറാഴ്ച, ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? എഗ്രി ഡിസഗ്രി ചാറ്റ് ബോക്സിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കാനായിട്ടൊക്കെ എന്തൊരു കഷ്ടമാണ് എന്നാണ് ബാക്കി നിൽക്കുന്നത്. ഓക്കെ, ശരി. Why is India the world capital for selfie deaths? What is being done to stop? എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ? വേൾഡിലെ സെൽഫി എടുക്കുന്നതിൽ കൂടെ മരിക്കുന്നവരുടെ ഏറ്റവും കൂടുതൽ അതിനെപ്പോൾ പറയുന്നത് കിൽഫി എന്നാണ്. സെൽഫി അല്ല, കിൽഫി ഡെത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ആ കാണിച്ചിരിക്കുന്നതിനെ വരുന്നു, ബാക്കി ട്രെയിൻ വരികയാണ്. ട്രെയിനിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുക്കാനായിട്ട് അത് എന്തായി? ആള് വടിയായി. സ്റ്റുപ്പിഡിറ്റി എന്നുള്ളത് നിങ്ങൾ ഇതെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ? ഓരോ വർഷവും കല്യാണം ആഘോഷിക്കാനായിട്ട് ബോട്ടിൽ പോകുന്ന മധുവിധു കപ്പിൾ, അതിൽ ബോട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഡെക്കിൽ നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കുന്നു, വെള്ളത്തിൽ വീഴുന്നു. ഒരു ബീച്ചിന്റെ അവിടെ പോകുന്ന അവിടെ ഒരു കല്ലിന്റെ പാറയുടെ പുറത്ത് കയറുന്നുണ്ട്, സെൽഫി എടുക്കുന്നു, വീഴുന്നു. അറിയോ? അവെയർ, ഈ പറയുന്നതെല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ അവെയർ ആണെച്ചാൽ എന്നിട്ടെ. എനിക്കറിയണം, ഇത് ഞാൻ മാത്രമേ വായിക്കുന്നുള്ളൂ അതോ ഈ ഇരിക്കുന്ന ഹോമിയോക്കാരെല്ലാവരും വല്ലവരെങ്കിലും വാർത്ത ഇതൊക്കെ വായിക്കുന്നുണ്ടോ? ഓക്കെ, ഭാഗ്യലക്ഷ്മി, താങ്ക് യു. വളരെ കുറച്ച് പേരെ ഉള്ളൂ റെസ്പോണ്ട് ചെയ്യുന്നവർ കേട്ടോ. അപ്പം വായനാശീലവും ഇല്ല, ന്യൂസും അറിയത്തില്ല. ചന്ദ്രബാബു, താങ്ക് യു. നല്ലൊരു ശതമാനം ആൾക്കാർ, ഓക്കെ, താങ്ക് യു. ഇത് അറിയണം. പറയുന്നൊരു ഉദ്ദേശം എന്ന് അറിയാമോ? ഈ പർപ്പസ് ഉണ്ട്. റീന ജോർജിന്റെ ഒക്കെ ഈ വീഡിയോ കാണണം, എൻ്റെ ടോക്ക്. നാളെ ഒരു സെൽഫി എടുക്കാനായിട്ട് പോകുമ്പോൾ ആദ്യം ഇത് എടുക്കുന്നത് മണ്ടത്തരമാണോ, റിസ്കി ആണോ, ഡേഞ്ചറസ് ആണോ? നേരത്തെ പറഞ്ഞു
ഈ സ്റ്റുപ്പിഡിറ്റി ഡേഞ്ചറസ്? യെസ്, ഡേഞ്ചറസ് ആണ്. അപ്പൊ അതാണ് ഇതിന്റെയൊക്കെ. ഇനിയും വരുന്നുണ്ട് സ്റ്റുപ്പിഡിറ്റിയെ കുറിച്ചുള്ള കൂടുതൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഇൻ വാർ ട്രൂത്ത് ഇസ് ദി ഫസ്റ്റ് കാഷ്വാലിറ്റി. ഒരു യുദ്ധം എവിടെ നടന്നാലും ശരി, ഇദ്ദേഹം അസ്കലസ് എപ്പോഴാണ് 2700 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞാണ്. അതിന് എക്സാമ്പിൾ എന്നാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ. ട്രൂത്തിന്റെ കാഷ്വാലിറ്റി. പാകിസ്ഥാൻ പറയുന്നത് അവരാണ് ജയിച്ചെന്നുള്ളത്. 6 ഇതിന് അടിച്ചിട്ടു. റാഫേൽ 3 അടിച്ചിട്ടു. അതിനെ വിശ്വസിച്ച് കൈയടിക്കാനായിട്ട് ഇന്ത്യയിലെ കുറെ ആൾക്കാരും ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. പാകിസ്ഥാൻ, ഇന്ത്യ തോറ്റേ, സ്റ്റുപ്പിഡിറ്റി. അവരിങ്ങോട്ട് വന്ന് അടിച്ച് കയറി കഴിഞ്ഞാൽ നീന്റെ കച്ചവടം പോവും. യുവർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഈ കൈയടിച്ച് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവൻ ആലോചിക്കുന്നില്ല. യുവർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദി കൺട്രി ഈസ് ഫൈറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ്. നമ്മൾ തോക്കുന്നതിലാണ് അവർക്ക് പ്രത്യേക സന്തോഷം. ഈ പറയുന്നത് ശരിയാണോ? ഞാൻ ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ യെസ് എന്നിട്ടേ. നീ കാണുന്നതാണ്. ഞാനിപ്പം എനിക്കിവിടെ ഫ്രീ ടൈം ഉള്ള കാരണം ദിവസവും ഒരു 5 മണിക്കൂറെങ്കിലും ഞാൻ വരപ്പമുള്ള ഓക്കെ താങ്ക് യു 5 മണിക്കൂറെങ്കിലും ഞാൻ എൻ്റെ വാച്ചിങ് ഡിഫറെന്റ് TV ചാനൽസ്, റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. അതിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് കഷ്ടവും പുച്ഛവും തോന്നും. സ്റ്റുപ്പിഡിറ്റിയുടെ ഹൈറ്റ് ആണ്. യു ഷുഡ് ബി വറീഡ്, യു ഷുഡ് ബി ആങ്ഷ്യസ്. നമ്മൾ ഇതാക്കണമെന്നൊക്കെ അവൻ പറയുന്നതിന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് വിശ്വസിക്കുന്നില്ല. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ആർമി ചീഫ് CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പറയുന്നത് വിശ്വസിക്കുന്നില്ല. പാകിസ്ഥാൻകാരൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. ഇത് സ്റ്റുപ്പിഡിറ്റിയുടെ ഒരു ഹൈറ്റ് ആണ്. ട്രൂത്ത് ആണ് ആദ്യത്തെ കാഷ്വാലിറ്റി. ഇവിടെ എവിഡൻസ് കൊണ്ട് കാണിക്കുന്നുണ്ട് നമ്മൾ അടിച്ചിട്ടതിന്റെ. എന്നിട്ടോ ഞാൻ അത്രയ്ക്ക് സ്റ്റുപ്പിഡാണ്, അതാണ് നിന്റെ എവിഡൻസ് എനിക്ക് വേണ്ട, ഞാൻ ഇതാണ് വിശ്വസിക്കുന്നത്. ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തി പൂ, കുടലെടുത്ത് കാണിച്ച വാടുനാര്. അവര് പറയുന്നില്ല റാഫേൽ കുറച്ച് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ റാഫേൽ അടിച്ചിട്ടു. അപ്പൊ റാഫേൽ അടിച്ചിട്ട പണ്ട് നമ്മൾ ഈ ഹണ്ടിങ്ങിന് പോകുമ്പോൾ വേലപ്പൻ പിള്ളജി, ഞാൻ പറയുന്നതൊന്ന് നിങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കേട്ടിട്ട് ഒന്ന് ഇത് പറയണം. ഒരു ഹണ്ടിങ്ങിന് പോകുന്നു, നായാട്ടിന് പോകുന്നു, ഒരു സിംഹത്തിനെ വെടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മോളിൽ നിന്നുകൊണ്ട് ആ റൈഫിളും പിടിച്ച് പോസ് കൊടുത്ത് ഫോട്ടോ എടുക്കത്തില്ലേ ഞാൻ അടിച്ചിട്ടെന്നുള്ളത് അല്ലേ? നാട്ടുകാരെ കൺട്രോളിൻ പ്രൂഫിന്. റാഫേൽ അടിച്ച് വീടുണ്ടായിരുന്നെങ്കിൽ അതിനെ പൊക്കി പിടിച്ച് അതിനെയും കാണിച്ച് എവിടെയെല്ലാം ഇവർ ഇത് കാണിക്കുമായിരുന്നു. അമ്മേ റൈറ്റ് ഓർ റോങ്? റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആറട്ടെ വേലപ്പൻ പിള്ളജി. എന്നിട്ട് എന്തുകൊണ്ട് ഒരിത് പോലും കാണിക്കുന്നില്ല? റാഫേലിന്റെ ഒരിത് തുമ്പ് പോലും പിടിച്ചോണ്ടിരിക്കുന്നില്ല. ചിന്തിക്കുന്നില്ല. അവർ അടിച്ചിട്ട് നമുക്ക് ഒരുപാട് നഷ്ടം വന്നു. റാഫേലൊക്കെ അടിച്ചിട്ട് പോയി. എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചത്? ഇത്രയും കോടികളൊക്കെ ചെലവാക്കി. നികുതിദായകരുടെ കാശ്. ഇവ ഒരു നികുതിയും കൊടുത്തിട്ടില്ല. ഈ പറയുന്നതിനെല്ലാം ഒരു പൈസ പോലും നികുതി കൊടുക്കാത്തവരാണ് പറയുന്നത്. നികുതിദായകരുടെ കാശ്. ഇന്നിപ്പോ ക്ലിയർ ആയിട്ട് നമ്മുടെ CDS പറഞ്ഞു, ഒറ്റ റാഫേൽ പോലും പോയിട്ടില്ല. നമ്മൾ പറയുന്നത് വിശ്വസിക്കത്തില്ല. സ്റ്റുപ്പിഡിറ്റിയുടെ ഹൈറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ ടോക്ക് കുറെ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതിൽ കുറെ പേരൊക്കെ ഇതേപോലെ ഇതിനെ രാജ്യസ്നേഹം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടോക്ക് വളരെ ഇഷ്ടപ്പെടും. രാജ്യസ്നേഹം ഇല്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പച്ചയായിട്ട് പറയും. മറിയാമ്മജി നിങ്ങൾക്ക് അറിയാം, ഞാൻ വന്നിട്ട് അങ്ങനെ വളരെ പച്ചയായിട്ട് അതുപോലെ പറയും. ഞാൻ അതിന് ഷുഗർ കോട്ടിങ് കൊടുക്കാറില്ല ഈ പറയുമ്പോൾ. How many aircraft lost due to prior info by EAM? Ask Rahul Gandhi. ഞാൻ ഒരാളുടെ ഇതല്ല ചോദിക്കുന്ന, ആളുടെ പേഴ്സണാലിറ്റി അല്ല ചോദിക്കുന്നത്. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പാസ്സാണ്. ആ പാസ്സായിരിക്കുന്ന സമയത്ത് ഇതാണ് ചോദിക്കേണ്ടത്? ചോദിക്കണം, എപ്പോഴും ചോദിക്കണം. പാർലമെന്റ് സെഷൻ വരുമ്പോൾ
പാർലമെന്റ് ചോദിക്കുന്നത് പറയുന്നില്ല, ചോദിക്കേണ്ട സമയമുണ്ട്. ഇപ്പോഴത് ചോദിക്കുമ്പോൾ എന്താണ്? അതുകൊണ്ട് ആർക്കാണ് കൂടുതൽ സഹായം ചെയ്യുന്നത്? ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനാണ് സഹായം ചെയ്യുന്നത്. ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത്. Am I right, വേലപ്പൻ പിള്ളജി? റൈറ്റ് ആണോ ഞാൻ പറയുന്നത്? Is it something urgent information which you need to know? Thank you. അവിടെയാണ് സ്റ്റുപ്പിഡിറ്റി. ഒരുപാട് സ്റ്റുപ്പിഡിറ്റി ഇതുണ്ട്. അവരൊക്കെയാണ് നമുക്ക് LOP. ഇത് ടെലഗ്രാഫ് എന്നുള്ള കൽക്കട്ടയിൽ നിന്നുള്ള ആ ന്യൂസ് പേപ്പറിന്റെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ്. ഈസ് റാഗുൽ സ്റ്റുപ്പിഡ്. അന്ന് തന്നെ പുള്ളിയുടെ പലതും പറ്റിയിട്ടാണ് അവർ അനലൈസ് ചെയ്തിട്ട് പറയാണ് ഈസ് റാഗുൽ സ്റ്റുപ്പിഡ്. ഞാനല്ല. അത് മാത്രമല്ല, അമിത്ഷായാണ് ആദ്യം വിളിച്ചത് ഈ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന്. ഇപ്പോഴത്തെ ഞാൻ ന്യൂസ് പേപ്പർ, ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ ഞാൻ റീഡേഴ്സ് അവൻ മിക്കവരും, നിങ്ങൾ ആരും തന്നെ എത്ര പേര് ഓൺലൈൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ ടൈംസ് ഓഫ് ഇന്ത്യ, ഞാൻ പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ പറഞ്ഞു, ഫാക്ട്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഇവന്റെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ പപ്പു ദി ഇഡിയറ്റ് പറയാണ്. അപ്പൊ അതാണ് ഒരു റെപ്യൂട്ടേഷൻ. ഈസ് ഇറ്റ് അഡ്മയറബിൾ ആണോ? ഡു യു വാണ്ട് എ LOP who is called by millions of people as പപ്പു? അയാൾ തന്നെ ഒരിക്കൽ പറഞ്ഞു ഒരു മീറ്റിംഗിൽ, എന്നെ ഒരുപാട് പേര് പപ്പു എന്ന് വിളിക്കുന്ന ഐ ഡോണ്ട് കെയർ എന്ന്. ആര്? രാഹുൽ ഗാന്ധി എന്ന് പറയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഹി ഈസ് ഓൾസോ അവെയർ that people are calling him പപ്പു. I don't care. The first method for estimating the intelligence of a ruler is to look at the men he has around him. ഈ മാക്കിയാവെല്ലി എന്ന് പറയുന്നത് ഏത് വർഷം? 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. 500 years back. അങ്ങേരെ അവിടുത്തെ ഇറ്റാലിയൻ ചാണക്യ എന്നാണ് പറയുന്നത്. ഇറ്റാലിയൻ ചാണക്യ. നമ്മളുടെ കമ്പനി, നമ്മളുടെ കൂടെ നിൽക്കുന്നവർ, അതാണ് നമ്മുടെ ഇന്റലിജൻസും. ഡു എഗ്രി? നമ്മൾ മന്ദബുദ്ധികളുടെ കൂടെ നടന്ന നമ്മുടെ ഇന്റലിജൻസും ആ ലെവലിലോട്ട് പോവും. നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ്, നന്നായിട്ട് ഇരിക്കുന്ന, തിങ്ക് ചെയ്യുന്ന അവരുടെ സംസാരിച്ചാൽ നമ്മളുടെ ഇതും കൂടും. അതുകൊണ്ടാണ് പണ്ടേ പറയും സത്സംഗം കമ്പനി. ഞാൻ മോഡി ഭക്തനൊന്നും അല്ല. ഞാൻ രാജീവ് ഗാന്ധി ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ BJP ആണെച്ചാൽ ഞാൻ രാജീവ് ഗാന്ധി അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ. കുറച്ച് ചിന്തിക്കാനുണ്ടെങ്കിൽ അതും ഇല്ല. സ്റ്റുപ്പിഡ് കുറെ പേര് ഇയാൾ സംഖ്യയാണ് ചിന്തിക്കുവേ. ഞാൻ നരസിംഹറാവിനെ ഞാൻ പ്രൈസ് ചെയ്തിട്ടുണ്ട്. സംഖ്യയാണെങ്കിൽ എങ്ങനെ നരസിംഹറാവിനെ പ്രൈസ് ചെയ്യും? ഐ എം നോട്ട് എ സംഖി. പക്ഷെ മലയാളിക്ക് മിക്കവർക്ക് ഉടനെ മുദ്ര കുത്തണം. കൂടെ നടക്കുന്ന കമ്പനി, മോഡിയുടെ കമ്പനി ആരൊക്കെയാണെന്ന് ആലോചിക്കണം. നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ്, നല്ലതായിട്ടുള്ള പക്ഷികളാണ് കൂടെ നടക്കുന്നത്. പുള്ളി ആരെയാണ് ചൂസ് ചെയ്യുന്നത് ഓരോ പൊസിഷനും? ജയശങ്കർ, വൈഷ്ണവ്, JNU നിർമ്മല സീതാരാമൻ, ഇങ്ങനെ എല്ലാവരും നല്ല ഇതുള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് മത്സരിച്ച ശശി തരൂരിനെ ചൂസ് ചെയ്യുന്നില്ല പാർട്ടിയുടെ. ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴത്തേക്ക് അയക്കാനുള്ള 7 സംഘത്തിൽ ഡെലിഗേഷൻ അവർ ശശി തരൂർ പേര് നോമിനേറ്റ് ചെയ്യുന്നില്ല. ആ ശശി തരൂർ പോയിട്ടാണ് എത്ര പേര് ഫോളോ ചെയ്യുന്ന അറിഞ്ഞൂടാ. കൊളംബിയ രാജ്യത്തെ അവര് നേരത്തെ പാകിസ്ഥാന് കണ്ടോളൻസ് കിട്ടു. ഇന്ത്യക്ക് നേരെ എതിരായിട്ടുള്ള സ്റ്റാൻഡ് ശശി തരൂർ സംസാരിച്ചതിന് ശേഷം അവർ വിഡ്രോ ചെയ്തു, പിൻവലിച്ചു ആ കണ്ടോളൻസിനെ. സപ്പോർട്ടിങ് ഇന്ത്യ. ഇത് എത്ര പേർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ യെസ് എന്നിട്ടെ. ഞാൻ പറയുന്ന ഈ വാർത്ത ദിസ് വളരെ ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. കൊളംബിയ രാജ്യത്ത് എന്നിട്ട് യെസ് താങ്ക് യു വേണുജി, അതാണ് റൈറ്റ് പേഴ്സൺ. പാർട്ടി നോമിനേറ്റ് ചെയ്തില്ല. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് നേരെ മോഡി എടുത്തു. ആൻഡ് ശശി തരൂർ ഓൾസോ സ്മാർട്ട് ഗൈ. പുള്ളി പറഞ്ഞു
എനിക്ക് പാർട്ടിയല്ല, രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രമില്ലെങ്കിൽ രാഷ്ട്രീയമില്ല. ദാറ്റ് ഈസ് ദി തിങ്കിങ്, വൈസ് തിങ്കിങ്. രാജ്യം. സോ കൂടെ നടക്കുന്ന അണ്ടനും അടകോടനും കാർഗയും കൂർഗയും ഒരു ഇങ്ങനെ കുറെ പേരുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ നന്നാവും? എങ്ങനെ നന്നാവും? തിങ്കിങ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. സ്റ്റുപ്പിഡിറ്റിയെ വളരത്തുള്ളൂ. Remember, when you are dead, you do not know you are dead. It is only painful for others. The same applies when you are stupid. ഉഗ്രൻ ഇതാണ്, മനസ്സിലായോ? ഒരു ഡെഡ് ബോഡി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിക്ക് അറിയത്തില്ല ഡെഡ് ആണെന്നുള്ളത്. അതുപോലെ ബാക്കിയുള്ളവർക്കാണ് പ്രയാസം. അയ്യോ ആള് മരിച്ചുപോയി, അയ്യോ ഡെഡ് ബോഡി മരിച്ചുപോയി, ഇതാണ് ബാക്കിയുള്ളത് ചെയ്യും. ഡെഡ് ബോഡിക്ക് അറിയുന്നില്ല. അതേപോലെ സ്റ്റുപ്പിഡ് ആൾക്കും അയാൾക്ക് അറിയത്തില്ല അയാൾ സ്റ്റുപ്പിഡ് ആണെന്നുള്ളത്. ബാക്കി എല്ലാവർക്കാണ് അതിന്റെ പ്രയാസം. എന്തൊരു സ്റ്റുപ്പിഡാണപ്പാ ഇയാള്. ഇഷ്ടപ്പെട്ടോ ആ കൊട്ടേഷൻ? ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലട്ടെ ആ കൊട്ടേഷൻ. അതുകൊണ്ട് സ്റ്റുപ്പിഡും ഡെഡ് ബോഡിയും രണ്ടും സെയിം ആണ്. ഡെഡ് ബോഡിക്കും അറിയത്തില്ല, സ്റ്റുപ്പിഡ് പേഴ്സണും അറിയത്തില്ല. യെൽ, ഓക്കെ, താങ്ക് യു. ഈ ഓരോ കൊട്ടേഷൻ ഞാൻ തപ്പിയെടുക്കാനായിട്ട് എത്ര സമയമാണെന്നാണ് ചെലവാക്കുന്നത്. ഞാൻ ഗൂഗിളിൽ കയറി മറ്റേ ഒരു ഇതിലേക്ക് കോട്ട്സ് ആൻഡ് സ്റ്റുപ്പിഡിറ്റി 1000 കൊട്ടേഷൻ ഉണ്ട്. പോരെ? അതാണ് ഞാൻ പറഞ്ഞത്, 1000 കൊട്ടേഷൻ സ്റ്റുപ്പിഡിറ്റിയെ കുറിച്ച്. അതിൽ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കാണിക്കാനായിട്ട്. Stupid people don't realize they are stupid. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇദ്ദേഹം ആക്ടറായിരുന്നു. പണ്ടത്തെ കൗബോയ് മൂവീസിൽ, വെസ്റ്റേൺ മൂവീസിൽ ലൈഫ് ഈസ് ടഫ് ബട്ട് ഇറ്റ് ഈസ് ടഫ് ഇഫ് യു ആർ സ്റ്റുപ്പിഡ്. റൈറ്റ് ഓർ റോങ്? ഈസ് യു റൈറ്റ്? റൈറ്റ് ആണ് ചാറട്ടെ. അതുകൊണ്ട് സ്റ്റുപ്പിഡ് ആയാൽ എന്താണ് ദോഷം? ലൈഫ് എപ്പോഴും ഓൾറെഡി വെരി ചലഞ്ചിങ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. എത്ര നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എവറി ഡേ ഇസ് എ സ്ട്രഗിൾ ഫോർ സം പീപ്പിൾ. അപ്പൊ അതിൽ സ്റ്റുപ്പിഡും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലൈഫ് വിൽ ബി ടഫർ. അതിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്? ഈ അടുത്ത കാലത്ത് കുറെ പേര് ഈ സൈബർ സ്കാമിൽ കാശ് പോയവരുണ്ടോ? ലക്ഷക്കണക്കിന് കാശൊക്കെ പോയവരുണ്ടോ? വാർത്തകൾ അറിയുന്നുണ്ടോ? ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ബിഷപ്പ് തന്നെ കുറെ ലക്ഷങ്ങൾ പോയത് അറിയുന്നുണ്ടോ? എന്നിട്ട് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി അടുത്ത കാലത്ത് 90 ലക്ഷം രൂപയാണ് പോയത് ഇൻവെസ്റ്റ്മെന്റ് സ്കാമിൽ. സ്റ്റുപ്പിഡിറ്റി. വിദ്യാഭ്യാസത്തിന് യാതൊരു കുറവുമില്ല, പക്ഷെ വിവരക്കേട് അതിനൊത്തും ഉണ്ട്. വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ വിവരമില്ല. അതാണ് സ്റ്റുപ്പിഡിറ്റി. എന്നിട്ട് നമ്മൾ പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻഡ് എന്നാണ് അർത്ഥം. ബുദ്ധൻ. പ്രബുദ്ധൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ എൻലൈറ്റൻഡ് ആണ്. ഇത് പ്രബുദ്ധ കേരളമാണ്. ഒരു നാഴികയ്ക്ക് എത്ര വട്ടം പറയും പ്രബുദ്ധ കേരളം, പ്രബുദ്ധ കേരളം. ഈ പ്രബുദ്ധ കേരളത്തിലാണ് ഇതെല്ലാം കാണുന്നത്. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ഞാൻ ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക്, പക്ഷെ ഫാക്ട് ആർ ഫാക്ട്സ്. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഇതേപോലെ തട്ടിപ്പ് വെട്ടിപ്പ് എത്ര എനിക്ക് വരും എന്നറിയാം. വാട്സാപ്പ് മെസ്സേജും ഇമെയിലിൽ കൂടെ വരുന്നുള്ളതൊക്കെ ഇവിടെ വളരെ കോമൺ ആണ്. ഞാൻ സ്റ്റുപ്പിഡ് അല്ലാത്തത് കൊണ്ട് ഒന്നിലും വീഴുന്നില്ല. എന്നെ കാത്ത് ഒരുപാട് ഹണി ട്രാപ്പിന് വേണ്ടിയിട്ട് റഷ്യൻ സുന്ദരികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇമെയിൽ വരും, നല്ല വെളുത്ത നല്ല സുന്ദരിമാരുടെ പടവും വരും. റഷ്യൻ സുന്ദരി കേട്ടോ, ഹണി ട്രാപ്പ്. ഒന്നിലും വീണിട്ടില്ല, അതിൽ വീഴും കുറെ പേര്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. സ്റ്റുപ്പിഡിറ്റി വരുമ്പോൾ എല്ലാം സംഭവിക്കും. ഇൻ പോളിറ്റിക്സ് സ്റ്റുപ്പിഡിറ്റി ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്. ഉഗ്രൻ സെന്റൻസ് ആണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള നേതാവായിട്ട് തിരഞ്ഞെടുക്കും, അല്ലെ? ശരിയല്ലേ വേലപ്പൻ പിള്ള സാറേ? സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒന്നും അക്കോംപ്ലിഷ് ചെയ്തിട്ടില്ലാത്തവരെ നമ്മൾ വീണ്ടും വീണ്ടും 3 ലക്ഷം വോട്ട് 4 ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കും. എന്നിട്ട് കുറെ നന്നായിട്ട് ചെയ്തവരൊക്കെ കുറച്ച് കുറയും. 4 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷത്തിയായിട്ട് വരികയാണ്. ഡെലിവർ ചെയ്തവരെ ഒന്നും ചെയ്യാത്തവൻ വോട്ടിട്ട് ജയിപ്പിക്കുന്നു. റൈറ്റ്? ഇവിടെ കുറെ പേര് കൈ തളർന്നവരുണ്ട്. ഹോമിയോയിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ കൈക്ക് തളർച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു ബിന്ദു ശങ്കരൊക്കെ ആണെന്നുണ്ട്. ആരും തന്നെ ആ ചാറ്റ് ബോക്സിൽ ഞാൻ വലിയ ഒന്നുമില്ല, ഒരേ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ്
അവരുടെയൊക്കെ. ഈ പറഞ്ഞത് ശരിയാണോ? രാഷ്ട്രീയത്തിൽ സ്റ്റുപ്പിഡിറ്റി ഹാൻഡിക്യാപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് യു എഗ്രി എ ഇട്ട്, ഈ ഇടാത്തൊരു ഇട്ട് എ, കുറെ പേരൊന്ന് ടൈപ്പ് ചെയ്യാതെ നിൽക്കുന്നല്ലോ, എന്നിട്ട് ഭാഗ്യലക്ഷ്മി താങ്ക് യു. വീണ്ടും 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 കുറച്ച് പേരേ ഉള്ളൂ. എനിക്ക് എൻ്റെ പിന്നിൽ ലക്ഷം പിന്നാലെ വേണം. രാഷ്ട്രീയക്കാരൻ്റെ പിന്നിൽ ലക്ഷം പിന്നാലെ, എൻ്റെ പിന്നാലെ ആ കൂടി 4-5 പേരേ ഉള്ളൂ. മറിയാമ്മ ജോണപ്പെടുന്നു, ഓക്കെ ഗുഡ്. എൻ്റെ പേരിൽ ലക്ഷം പിന്നാലെ കാണുന്നില്ല, 10-30 പേരുന്നിട്ട്. അബ്ദുൽ സലാം ഓക്കെ താങ്ക് യു, താങ്ക് യു. അങ്ങനെ വരണം ഒന്ന്, അപ്പോഴേ നമുക്കൊരു ആവേശം വരത്തുള്ളൂ. ഇത്രയും എഫർട്ടെല്ലാം ഇട്ടൊന്ന് ഒരു പറയുമ്പോൾ എനിക്കൊരു ആവേശം വേണ്ട. ഗീതാ തോമസ് ഒക്കെ, സോയ ഈപ്പൻ താങ്ക് യു. യു ക്യാൻ നെവർ അണ്ടർസ്റ്റിമേറ്റ് ദി സ്റ്റുപ്പിഡിറ്റി ഓഫ് ദി ജനറൽ പബ്ലിക്. അതുകൊണ്ടാണ് വോട്ടിട്ട് ആരെയാണ്? ലാലു പ്രസാദ് യാദവ് എല്ലാം കൺവിക്റ്റഡ് ആണ്. അയാൾ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയ്ക്ക് വോട്ടിട്ട് മുഖ്യമന്ത്രിയാക്കുന്നു, അയാളുടെ മോനെ വോട്ടിട്ട് ചെയ്യുന്നു. ആ പാർട്ടി കംപ്ലീറ്റ് കറക്റ്റാണ്. അപ്പം ജനറൽ പബ്ലിക് സ്റ്റുപ്പിഡ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എസട്ടെ. ഇതെല്ലാം തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറൽ പബ്ലിക്. നമ്മൾ വിചാരിക്കും എന്താണ് വേലപ്പൻ പിള്ളേജി, യെസ്, എന്താണ് പബ്ലിക്കിനെ എന്നിട്ട് പറയും പൊതുജനം കഴുതയാണെന്നൊക്കെ. കഴുത എന്ന് പറയരുത്, കഴുതയെ ആക്ഷേപിക്കരുത്. കഴുതയ്ക്ക് ദേഷ്യം വരും. കഴുതയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കഴുത നേരെ ഒരു ചവിട്ട് വരും. ചവിട്ട് വരുന്ന അവിടുന്ന് മർമ്മസ്ഥാനത്ത് തന്നെ ചവിട്ടും. കഴുത ചവിട്ടുന്ന മർമ്മസ്ഥാനത്താണ് ചവിട്ടുന്നത്. ശരിയല്ലേ വേലപ്പം ജി ചവിട്ടുന്നത്? അതെ, ഇത് ഒന്നും ചെയ്യുന്നില്ല. ഇത് കഴുതയ്ക്കുള്ള ആ ഒരു ഇതുപോലും ഇല്ല. അതുകൊണ്ട് കഴുതയെ ആക്ഷേപിക്കരുത്. ഇത് ഈ തലയോട്ടിക്കകത്ത് സ്കള്ളിനകത്ത് ഒന്നുമില്ല, കളിമണ്ണ് പോലും ഇല്ല. എന്നിട്ട് അവനെ തന്നെ വീണ്ടും എലക്ട് ജയിപ്പിക്കുന്നു. എല്ലാം കറപ്റ്റ് അല്ല. വോട്ടിട്ട് ഭൂരിപക്ഷം വോട്ട് കൂടുതലിടുന്നുണ്ട് കറപ്ഷൻ ഉണ്ടെങ്കിൽ. How is it that little children are so intelligent and men so stupid? It must be education that does it. ഇത് എത്ര 150 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞാണ്. എത്ര വീട്ടിൽ പോകുമ്പോൾ കുഞ്ഞു അയ്യോ എന്തൊരു വിളിക്കുന്ന അറിയാം, അവർക്ക് അറിയാവുന്ന ആ ഫോണൊക്കെ എന്തൊക്കെ സ്മാർട്ട് ഫോൺ, എനിക്ക് എന്താ അറിഞ്ഞൂടാ, അവർക്ക് എന്തെല്ലാം അറിയാമെന്നറിയാം, എന്തൊരു ഇന്റലിജന്റ് ആണ് അല്ലേ? നമ്മൾ എത്ര ആളോട് കേൾക്കുന്നു, പിള്ളേരെല്ലാം ഇന്റലിജന്റ്. അവർ അഡൽസ് ആകുമ്പോൾ എല്ലാം സ്റ്റുപ്പിഡ് ആകുന്നു. എന്താണ് നമ്മുടെ വിദ്യാഭ്യാസമാണ് ഇത്? ശരിയല്ലേ? ഇന്റലിജന്റ് ആയിട്ടുള്ള പിള്ളേരെല്ലാം ഞാൻ എങ്ങനെ വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ 55-60 കൊല്ലത്തിന് മുമ്പുള്ള കഥയാണ്. അന്നത്തെ നല്ലൊരു ശതമാനം ടീച്ചേഴ്സും അങ്ങോട്ട് ചോദ്യം ചോദിച്ചൂടാ. ചോദ്യം ചോദിച്ചാൽ അവർ ചൂടാവും. മെഡിക്കൽ കോളേജിലും സെയിം തിങ്. മെഡിക്കൽ കോളേജിലും സാറന്മാരത്ത് ചോദ്യം ചോദിച്ചാൽ ചിലർ ഇഷ്ടപ്പെടത്തില്ല. കഴിഞ്ഞാൽ അവരുടെ നോളജ് വളരെ സൂപ്പർഫിഷ്യലാണ്, വളരെ വളരെ സൂപ്പർഫിഷ്യലാണ്. They are not teachers, they are cheaters. തിരിച്ചറിയണം, ടീച്ചറല്ല, ചീറ്റേഴ്സാണ്. അങ്ങനെ എല്ലാവരും മണ്ടന്മാരാക്കി അവസാനം ഇറക്കി വിടും. കുറെ ക്വാളിഫിക്കേഷൻ കിട്ടും, പക്ഷേ ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള കഴിവ് ഇല്ല. അതാണ് അലക്സാണ്ടർ ഡ്യൂമ പറഞ്ഞ അത് തന്നെയാണ് വരുന്നത്. അതിന്റെ പ്രൂഫാണ്. ഇനി എന്തൊക്കെയാണ് കാരണങ്ങൾ, റൂട്ട് കാസസ്? നിങ്ങളെല്ലാം ഹോമിയോപ്പതി ആയതാണ് മിക്കവരും. നമ്മൾ മെഡിസിനും ആദ്യം ഒരു ലക്ഷണം കണ്ടു, സ്റ്റുപ്പിഡിറ്റി ഉണ്ട്. അങ്ങനെ സ്റ്റുപ്പിഡിറ്റിയുടെ പിന്നിലെ റൂട്ട് കാസ് അറിയണ്ടേ? ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ റൂട്ട് കാസ് ട്രീറ്റ് ചെയ്താൽ അസുഖം മാറത്തുള്ളൂ. Am I right? If I am right, put R in the chat box. അറിയണ്ടേ എന്താണ് റൂട്ട് കാസ് എന്നുള്ളത്? റൂട്ട് കാസ് അറിയാതെ അയാൾ സ്റ്റുപ്പിഡാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഗീതാ തോമസ് ജി താങ്ക് യു. അതുകൊണ്ട് വരട്ടെ. റോയ് MCG ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി റൂട്ട് കാസ് എന്തൊക്കെയാണ് പറയാൻ പറ്റി. ഏതായാലും ഈ ടോക്ക് കൊണ്ട് എനിക്ക് കുറെ എൻ്റെ ഡോപ്പമിൻ ലെവൽ കൂടുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറെ ചിരിക്കാൻ പറ്റുന്നുണ്ട്. ബിന്ദിയ TN ചിരിക്കണ്ടേ? ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ. വേലപ്പൻ പിള്ളേജി നിങ്ങളുടെയും മറ്റേ ഡോപ്പമിൻ ലെവൽ കുറെ കൂടിയിട്ടുണ്ട്. ആയുസ് ഒരു 2 മാസം നീട്ടി കിട്ടിയിട്ടുണ്ട്. എത്രയും ചിരിക്കുന്നു അത്രയും ആയുസ് കൂടും കേട്ടോ. അസ്ന സ്വാസിക്കോ ബടാത്താ ഹെ ഹിന്ദിയിൽ പറയും. വായ് വിട്ട് ചിരിത്താൽ നോയ് വിട്ട് പോകും തമിഴിൽ പറയും. അതായത് വാ തുറന്ന് ചിരിക്കണം, ചുമ്മാ പുഞ്ചിരി പോരാ, പല്ല് കാണിക്കണം. വേലപ്പൻ പിള്ളയുടെ പല്ലെല്ലാം കാണിക്കുന്നുണ്ട്. മറിയാം വിജയുടെ പല്ല് കാണുന്നില്ല. മറ്റേ മൻമോഹൻ സിംഗ് ചിരിക്കുന്ന പോലെയാണ് ഇപ്പം പല്ല് കാണാം. മൻമോഹൻ സിംഗ് ചിരിച്ചാൽ പല്ല് കാണത്തില്ല കേട്ടോ. പല്ല് കാണിക്കണം. ഇദ്ദേഹം ശങ്കരനാരായണ അദ്ദേഹം വന്നിട്ട് അങ്ങനെ മസിലും പിടിച്ചിരിക്കുകയാണ്. ഒന്ന് ചിരിക്കണം ശങ്കരനാരായൺ ജി. വരുന്നുണ്ട്. ഒന്ന് ചിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു നൈട്രസ് ഓക്സൈഡ് ഒന്ന് അയച്ചു തരാം, ഒന്ന് ചിരിപ്പിക്കാനായിട്ട്.
ഒന്ന് ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ എന്നൊരു പറയും പാട്ടില്ലേ, ചിരിക്കൂ ചിരിക്കൂ ചിരിക്കൂ. അല്ലേ റോയ് MC അദ്ദേഹം എൻ്റെ വെബിനാറിന് മിക്കവരും വരുന്നതാണ്. അതാണ് അദ്ദേഹത്തിന് അറിയാം എൻ്റെ സ്റ്റൈല്. ഒരിക്കൽ പണ്ടൊരാൾ പറഞ്ഞാണ്, നിങ്ങളുടെ ഇത് വെബിനാർ അല്ല, നിങ്ങൾ അതൊരു കഥാപ്രസംഗമാണെന്ന്. ഒരു കഥാപ്രസംഗമാണെന്ന് പറഞ്ഞു. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ അഭിനയവും എല്ലാം കൂടെ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ പുവർ ലിസണിങ് ഓർ ഫേക്ക് ലിസണിങ്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും, എടുത്തു ചാടി പലതും ചെയ്യും. കംപ്ലീറ്റ് കേട്ട് മനസ്സിലാക്കി ഇതാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ചൊല്ല്. ഞാൻ ഒരുപാട് തപ്പി റിസർച്ച് ചെയ്തിട്ട് വേറെ ഒന്നുമില്ല. കാള പെട്ടെന്ന് കേട്ടാൽ കയറെടുത്തോണ്ട് ഓടും, അല്ലേ? ഞാൻ ഇംഗ്ലീഷ് തപ്പി, വെൻ ദി ബുൾ ഡെലിവേഴ്സ്, മറ്റേ ഒന്നുമില്ല, ഒരു ഭാഷയിലും ഇല്ല. അപ്പം മലയാളിയുടെ പ്രത്യേക സ്വഭാവമാണ്, പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കത്തില്ല, കേട്ടത് പാതി നേരെ എടുത്ത് ചാടിപ്പോവും. അതാണ് ആ പുവർ ലിസണിങ്ങിൻ്റെ. ഓക്കെ, ഇന്ന് തന്നെ ചെറുതായിട്ട് ഞാൻ കുറ്റം പറയാനല്ല, ഏതായാലും പ്രദീപ് തന്നെ ഇന്ന് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഇത് അയച്ചു. പുള്ളിക്കാരൻ അതിൽ പ്രത്യേകം ഞാൻ എഴുതുന്നായിരുന്നു, ഇറ്റ് ഈസ് 9:30 PM. പുള്ളിക്കാരൻ അത് ഒന്ന് ഹേസ്റ്റി ആയിട്ട് നോക്കിയത് കാരണം പുള്ളിക്കാരൻ എൻ്റെ ടോക്ക് 8 മണിക്കുള്ള കാരണം പുള്ളിക്കാരൻ 8 മണിക്ക് ലോഗിൻ ചെയ്തപ്പോൾ ഇവിടെ വേറെ ഞാണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി തിരിച്ചറിയുന്നത്. ആമേ റൈറ്റ് പ്രദീപേ റൈറ്റ് ആണോ? ശരിയാണോ ഞാൻ പറയുന്നത്? ഒന്ന് കൈപൊക്കിയാൽ മതി. ശരിയാണോ? ഓക്കെ, അങ്ങനെ 09 ഓക്കെ, എന്താണ് 09 പിടികിട്ടുന്നില്ല. എനിവേ, അവിടെ വെച്ചാൽ വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. അതെ, 9 PM കയറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഒന്ന് തെറ്റിക്കഴിഞ്ഞോ എല്ലാം തെറ്റും. ഇത് ചിലയിടത്ത് ഞാൻ പറയും ഇന്ന ടൈമാണ്, മറ്റേ ഇതിൻ്റെ അവർ ലേറ്റായിട്ട് വരും, ടൈം മിസ് ചെയ്തു, എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു, അത്ര യാത്ര ചെയ്ത് വരും. യാത്ര ചെയ്ത് വന്നിട്ടാണ് സമയമെല്ലാം പോകുന്നത്, സമയമെല്ലാം കളഞ്ഞിട്ട് ദേ മിസ് ദാറ്റ് വൺ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ശ്രദ്ധിച്ച് കേട്ടില്ല എന്നുണ്ടെങ്കിൽ, വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇതായിട്ട് വരും. തിങ്കിങ് സ്കിൽസ് ഡിഫിഷ്യൻസി. ഏതൊരു കാര്യത്തിനെയും ഒന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവ് വേണം. ചിന്തിക്കാൻ കഴിവുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ മറ്റേത് വിശ്വസിക്കത്തില്ല. റഫേലിന് അടിച്ചിട്ടെന്നുള്ളത്, എന്നാൽ എവിടെ പൊക്കി പിടിച്ചിട്ട് നിൽക്കത്തില്ലേ? ഒരു ഫോട്ടോ ഇല്ലല്ലോ, കാണിക്കുന്നില്ലല്ലോ. നമ്മൾ അടിച്ചിട്ട് എല്ലാത്തിനും എവിഡൻസ് കാണിച്ചു, സാറ്റലൈറ്റ് ഇമേജസ്, ദേ കുഡ്ന്റ് ഷോ ഈവൻ വൺ. പക്ഷെ അത് പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. തിങ്കിങ്. ഇനി അടുത്ത് പറഞ്ഞാണ്, നേരത്തെ നമ്മുടെ ഈ ജയശങ്കർ അറിയിച്ച കാരണം ആ മഷൂദ് ആസാർ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യപ്പോൾ ആ മറ്റേ ഇതിന്റെ എമ്മിന്റെ അവനെ പിടിക്കാൻ പറ്റില്ല, അവൻ രക്ഷപ്പെട്ടു. അവന്റെ ഭാര്യയും ബാക്കി പിള്ളേരും കുടുംബമുള്ള ബാക്കി 14 അവിടെ മരിച്ചു. അപ്പോൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവന്റെ പെണ്ടാട്ടിയും കുണ്ടാട്ടിയും എല്ലാം പിടിച്ചുകൊണ്ട് ഓടത്തില്ലേ, അല്ലേ? പെണ്ടാട്ടിയെല്ലാം മരിക്കട്ടെ മടുമോ? ഒന്ന് ചിന്തിക്കുന്നില്ല. ഇഫ് ഹി വാസ് ഏബിൾ ടു റൺ അവേ, കിട്ടിയപ്പോൾ അയാൾ കുടുംബത്തിനെ എല്ലാം കൊണ്ടുപോകത്തില്ലേ? 14 പേര് മരിച്ചു. 14 പേർക്ക് ഓരോ കോടി വെച്ച് ഇപ്പോൾ കൊടുക്കാൻ പോവാണ് പാകിസ്ഥാൻ, ഒരു കോമ്പൻസേഷൻ 14 കോടി. ഇത് അറിയാമായിരുന്നോ? അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞേ. ഈ വാർത്ത ഞാൻ ഈ പറയുന്നത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ എന്നിട്ടേ, ഐ വാണ്ട് ടു നോ. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വാർത്തകളാണോ ഷെയർ ചെയ്യുന്നുള്ള അറിയണ്ടേ? നോ. അതുകൊണ്ട് ഒരു ക്ഷീണമൊന്നും വിചാരിക്കണ്ട. ഇഫ് യു ഡിഡ്ന്റ് നോ ദിസ് ബിഫോർ, നോ, 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 ഓക്കെ, നോ, ഡോണ്ട് ഫീൽ ബാഡ്, ഡോണ്ട് ഫീൽ ബാഡ്. ശരി, ഞാനിതെല്ലാം പോകുന്നതിൻ്റെ മെയിനായിട്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഫ്രീ ടൈം ഉണ്ട് കൂടുതൽ. ഞാൻ ഇപ്പോൾ റിട്ടയർ ചെയ്ത കാരണം 8 മണിക്കൂർ എനിക്ക് ഫ്രീ ടൈം ഉണ്ട്. അതുകൊണ്ട് ഐ എം ഏബിൾ ടു ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കാണുന്നത്. എന്തൊരു നോൺസെൻസ് ആണ് പറയുന്നത്. നേരത്തെ അറിയിച്ചു, അയാൾ ക്രിമിനലാണ്, ക്രൈമാണ് കാണിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ മന്ത്രി രാജ്യത്തിന് ഇത് കൊടുത്തു, നേരത്തെ അറിയിച്ച കാരണം അവൻ രക്ഷപ്പെട്ടു. എന്നാൽ പിന്നെ അവൻ്റെ കുടുംബം ബാക്കിയെല്ലാം തട്ടിപ്പോയതോ? ഇല്ല. സ്റ്റുപ്പിഡിറ്റി. ഇത് സ്റ്റുപ്പിഡിറ്റി ആണെന്ന് എഗ്രി ചെയ്യുന്നുണ്ടോ? എന്നാൽ ഇട്ടെ. ഞാനീ പറയുന്നത് ഇതിനപ്പുറം വലിയ സ്റ്റുപ്പിഡിറ്റി ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇട്ടെ അതിനെ. യെസ്, ഓക്കെ, റോയ് MCG. എന്തായാലും ഇതിപ്പം എനിക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നത് കാരണം എനിക്കുള്ള ഗുണം വെച്ചാൽ എനിക്ക് ഒരുപാട് ഇതിനെ അനലൈസ് ചെയ്യാനും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഗോൾഡ് മൈനാണ് എനിക്ക്. തിങ്കിങ് സ്കില്ലില്ല. അടുത്ത എമോഷൻസ്. ആ എമോഷൻസ് ആണ് വരുന്നത് എന്ന് അറിയാമോ? നമ്മൾ ഗ്രീഡ്,
ഗ്രീഡ് ഒരുപാടുണ്ടോ, അപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് സ്കാമിൽ നമ്മുടെ മുൻ ജഡ്ജിയും ബാക്കി പലരും പോയി ലക്ഷങ്ങൾ പോയി കിട്ടുന്നത്. ഫിയർ, ഡിജിറ്റൽ അറസ്റ്റ്, ചിന്തിക്കുന്നില്ല. അങ്ങനെ എമോഷൻസ് ഇതായി കഴിഞ്ഞാലും വി ഡു തിങ്സ് സ്റ്റുപ്പിഡ്. സോ അതിന്റെ റൂട്ട് കാസിൽ മൂന്നാമത്തെ കാസാണ് അത്. നാലാമത്തെ ഒന്നാണ് അസംഷൻസ്. എല്ലാം ഇത് തന്നെയാണെന്ന് വിചാരിക്കും, ഇത് തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ ചിലർക്ക് വേറെ കുറെ പേർക്കൊക്കെ ചിലർക്ക് പറഞ്ഞിട്ട് ഒരു ചൊവ്വാഴ്ചയുള്ള ടോക്കാണെന്ന് പറഞ്ഞിട്ട് അവർ അസ്യൂം ചെയ്യുന്നത് എന്താണ്, അതും വ്യാഴാഴ്ചയായിരിക്കും. അസംഷനാണ്, അസംഷൻസ്. എന്താണ് പ്രിജുഡീസ്, മുൻവിധി. ലേസിനെസ്, മടി, അന്വേഷിച്ച് എന്താണെന്ന് അറിയാനായിട്ട്. ഈ സത്യം അന്വേഷിപ്പീൻ കണ്ടെത്തും പറഞ്ഞിട്ടില്ലേ, ബൈബിളിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മറിയാമ്മജി? ബൈബിളിലാണ് പറഞ്ഞിട്ടുള്ളത് അന്വേഷിപ്പീൻ കണ്ടെത്തും എന്നുള്ളത് അല്ലേ? അപ്പൊ അന്ന് തന്നെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അന്വേഷിക്കണം എന്നാലേ കണ്ടെത്തത്തുള്ളൂ. ഇവിടെ അന്വേഷിക്കാനല്ല, മടിയാണ് കേട്ടാ. വല്ലരും തന്നു കഴിഞ്ഞാൽ അത് മതി, അന്വേഷിക്കുന്നില്ല, ട്രൂത്ത് കണ്ടുപിടിക്കുന്നില്ല. ദാറ്റ് ഇസ് അനദർ റീസൺ. ദെൻ ഏഴാമത്തേതാണ് ഏഴാമത്തെ റീസാണ് CMOM സിൻഡ്രോം. അത് എന്റെയാണ്, ഞാനാണ് ഇത് ചെയ്തിട്ടുള്ളത്, വേറെ ആരും പറഞ്ഞിട്ടുള്ളതല്ല, എന്റെ സ്വന്തം ഇതാണ്. ഈ 7 കാരണങ്ങൾ ഞാനാണ് സ്വന്തമായിട്ടുള്ളതാണ് കേട്ടോ, ഇത് ബുക്കിൽ നിന്നുള്ളതൊന്നുമല്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ബുക്കിൽ നിന്ന് എവിടെന്നെങ്കിലും എടുത്ത് ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് അല്ല കാണിക്കുന്നത്. ഇതെല്ലാം എൻ്റെ ഓൺ ഒറിജിനൽ തിങ്കിങ്ങിന്റെ പ്രൊഡക്റ്റ് ആണ്. CMOM, ക്ലോസ്ഡ് മൈൻഡ്, ഓപ്പൺ മൗത്ത്. അടഞ്ഞ മനസ്സും തുറന്ന വായി. ഒരു കാര്യം പോലെ അകത്ത് കയറത്തില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ റിപ്പബ്ലിക് ചാനലില് അർണാബ് ഗോസ്വാമിയുടെ അവിടുത്തെ ഡിബേറ്റ് ഞാൻ കയറും. അതിൽ വരുന്ന ചിലരുണ്ട്, ഒന്നും കേൾക്കത്തില്ല, ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും. ഇപ്പുറത്തുള്ളത് ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും CMOM സിൻഡ്രോമാണ്. കണ്ടില്ല, ഒന്ന് കാണണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് മുറയും കാണും ഈ CMOM സിൻഡ്രോം എത്ര പേര് ഉണ്ടെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ക്ലോസ്ഡ് മൈൻഡ്സ് ആൻഡ് പ്രിജുഡീസ്ഡ് മൈൻഡ്സ് നർച്ചർ സ്റ്റുപ്പിഡിറ്റി. നർച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് ബെസ്റ്റ് വളക്കൂറ്, അവിടെ നന്നായിട്ട് തഴച്ച് വളരും കേട്ടോ. ക്ലോസ്ഡ് മൈൻഡ് ഉണ്ടെങ്കിൽ അവിടെയാണ് സ്റ്റുപ്പിഡിറ്റി. എങ്ങനെയാണ് വളരുന്നത്, അതിന് വളക്കൂറുള്ള ഇതാണ്. ദാറ്റ് ഈസ് അഗൈൻ മൈ ഓൺ കോട്ട്. Many, though widely read, have no sense. ഇത് എപ്പോഴാണ്? 2500 കൊല്ലത്തിന് മുമ്പ് പറയാണ്. കേരളത്തിലാണ് 100% സാക്ഷരത. പൊങ്ങച്ചം പറയാണ്, പ്രബുദ്ധ കേരളം, 100% ലിറ്ററസി, യാതൊരു കുറവും ഇല്ല കേട്ടാ. സാക്ഷരതയിൽ മുന്നിലാണ്. പക്ഷേ മറ്റേ ഏറ്റവും പിന്നിലാണ്. അത് കാണിച്ചു തരാം, റിയൽ എക്സാമ്പിൾസിന് വരുന്നുണ്ട് ഞാൻ. കണ്ടില്ലേ, IPS ആണ്. ആ പരീക്ഷ പാസ്സാണെന്ന് വെച്ചാൽ എത്ര പ്രയാസമാണ്. സിവിൽ സർവീസ്, IAS, IPS എന്നുള്ളത് നോക്കണം, എത്ര പ്രയാസമാണ്. അതിലും ഏറ്റവും ഉന്നത പദവി വരെത്തെന്ന് പറഞ്ഞാൽ എത്ര നാളെടുക്കും. എന്നിട്ട് ആ 2 പേരെ, ഒരു കോളേജ് ഡിഗ്രി പോലും ഇല്ലാത്ത മോൺസൺ മൗങ്കൽ, ആ ടിപ്പു സുൽത്താന്റെ വാളും ടിപ്പു സുൽത്താന്റെ സിംഹാസനവും കാണിച്ച് അതിൽ ഇരുത്തി ഫോട്ടോ എടുത്ത് അവരെ പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്കിലിട്ട് കുറെ ചക്രം ഉണ്ടാക്കി. വിശ്വസിച്ച് വന്നു. എന്തായാലും മോൺസൺ മൗങ്കലിന്റെ അതിന് അപ്പോഴും ഇവരൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ശരിയായിരിക്കും. പോലീസ് പറാവും കൊടുത്തു കേട്ടോ. അയാള് ആ വാള് വന്നിട്ട് മറ്റേ ഇവിടുത്തെ ചെല്ലപ്പനാശാരി ഉണ്ടാക്കിയതാണ് വാള് കേട്ടോ. അടുത്തത് മറ്റേ ചേറാണെച്ചാൽ ഒരു തങ്കപ്പനാശാരി, ഇവരുണ്ടാക്കിയ ഇതിനെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ് ശരിയാണോ ഡെമോക്രാറ്റസ്, ശരിയാണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷനും വൈഡ്ലി റെഡ് ഒരു ഇതും ഇല്ല എന്നുള്ളതിന്റെ അയാൾ പറഞ്ഞ ആ ഡെമോക്രാറ്റസ് പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് ഇട്ടേ, ഒന്ന് ഞാൻ അറിയട്ടെ ഇത്. ഓക്കെ പ്രദീപൊക്കെ ഓക്കെ. ചന്ദ്രബാബു, റോയ് MCG, ബാസിയൊക്കെ അങ്ങ് ഇരിക്കുകയാണ്. ബാസിക്കൊക്കെ കൈക്ക് തളച്ചൊന്നും ഇല്ലല്ലോ. ഒന്ന് ഒരു ബട്ടൺ ഞെക്കണം കേട്ടാ, ഒന്ന് ഞെക്കണം. രത്ന സുന്ദരം, ഒന്ന് ഞെക്കിക്കേ ഒരു ബട്ടൺ. ഓക്കെ, വരട്ടെ.
വരട്ടെ. നോക്കിക്കോളെ, ഞാനിങ്ങനെ പിടിച്ച് വലിച്ചൊക്കെയാണ് അവരെ കൊണ്ട് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഗീതാ തോമസ് ഒക്കെ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ നോൺസെൻസ് പറയും, കയ്യടിയോടെ കയ്യടി, ധീരതയോടെ പറഞ്ഞോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, അല്ലേ? കയ്യടി അല്ലേ? ബിരിയാണി വാങ്ങിച്ചു കൊടുത്താലും പോവും, ബിരിയാണി ഇല്ലാതെയും പോകുന്നവരുണ്ട്. മറ്റേ ബിരിയാണി ക്വാർട്ടറും അതിന് പോകുന്നവരുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നു? അമേരിക്കയിൽ ഇരിക്കുകയാണ് ഞാൻ. അമേരിക്കയിൽ എന്നിട്ട് ഇതെല്ലാം അറിയുന്നതാണ്. ദിവസവും എത്ര ന്യൂസ് പേപ്പർ എന്നറിയാം ഞാൻ വായിക്കുന്നത്. നാട്ടിൽ എത്ര പേര് സംസാരിക്കുന്നു അറിയാമോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ നടക്കുന്ന എല്ലാ കൊച്ചു 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 കാര്യങ്ങളും എനിക്കറിയാം. പ്രിസ്ക്രിപ്ഷൻ ടു ക്യൂർ ഓർ പ്രിവെന്റ് സ്റ്റുപ്പിഡിറ്റിയെ എങ്ങനെ പ്രിവെന്റ് ആണ് വെച്ചാൽ, ഒന്ന്, റീഡ് സെൽഫ് ഡെവലപ്മെന്റ് ബുക്സ്. 2, പ്രാക്ടീസ് ഗുഡ് ലിസണിങ് സ്കിൽസ്. 3, ആസ്ക് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ചോദിക്കണം. ദെൻ ഹണ്ട് ഫോർ ഫാക്ട്സ് ആൻഡ് എവിഡൻസ്. ഇത് ചെയ്യാനുള്ള ശീലം വന്നു കഴിഞ്ഞാൽ സ്റ്റുപ്പിഡിറ്റി അപ്പോഴും തന്നെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ചെയ്യും. ഇതാണ് എൻ്റെ സീക്രട്ട്. ഞാൻ സെൽഫ് ഡെവലപ്മെന്റ് ബുക്സ് ഒരുപാട് 100 കണക്കിന് വായിച്ചിട്ടുള്ളവനാണ്. ശ്രദ്ധിച്ച് കേൾക്കും. രോഗികളെല്ലാം എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ളത്. പേഷ്യൻസ് ഹു നോമിനേറ്റഡ് മീ ഫോർ എക്സലന്റ് കസ്റ്റമർ സർവീസ്. അതിൽ അവർ പ്രത്യേകം പറഞ്ഞത്, ഡോക്ടർ എൻടിആർ ഇസ് എ വെരി ഗുഡ് ലിസണർ. ഞാൻ കേൾക്കും അവർ പറയുന്നതെല്ലാം. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആസ്ക് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? എന്താണ് ഇത്ര ദിവസം എന്നാണ് പറഞ്ഞത്? 2 ദിവസം. 2 ദിവസം എന്താണ് അതിൻ്റെ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്? ഗെറ്റ് എ ക്ലിയർ പിക്ചർ. ഹണ്ട് ഫോർ ഫാക്ട്സ് ആൻഡ് എവിഡൻസ്. Then develop good critical thinking skills. റിയൽ സ്റ്റുപ്പിഡിറ്റി ബീറ്റ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവറി ടൈം. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എല്ലാവരും കണ്ടുപിടിക്കുകയാണ്. ഇല്ല, നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റിയുടെ 7 അയലത്ത് പോലും വരത്തില്ല. ഡോണ്ട് ഫിയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിയർ നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റി. ഒന്ന് ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കണം. എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ ടോക്കുണ്ട്. ഈ വ്യാഴാഴ്ച വരുന്നത് സ്റ്റോപ്പ് ഫ്രോഡ്, അല്ല സ്പോട്ട് ഫ്രോഡ്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഫ്രോഡ് ആണെന്നുള്ളത് തിരിച്ചറിയുക, ദെൻ സ്റ്റോപ്പ് ഫ്രോഡ്. ദാറ്റ്സ് മൈ സൂം ലിങ്ക്. ഞാൻ പറഞ്ഞു 45 മിനിറ്റിനകത്ത് നിർത്താം എന്നുള്ളത്. 45 മിനിറ്റ് ആയില്ല. തുടങ്ങിയത് തന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുമായിട്ടുള്ള ഏത് ചോദ്യമാണെങ്കിലും ചോദിക്കൂ. അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഒരു ഈഗോ ഇല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ പറയും. ഞാൻ ചൂടാകത്തില്ല. ചിലർക്ക് ചോദ്യം ചോദിച്ചിട്ട് അവർക്ക് ഉത്തരം അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ അവർ ചൂടാവും, അല്ലെങ്കിൽ അറിഞ്ഞുകൂടെന്ന് പറയാൻ പ്രയാസമാണ്. ഓക്കെ, റൈസ് യുവർ ഹാൻഡ്. വെൽക്കം. ഹാൻഡ് റൈസ് ചെയ്യണേ. ചോദ്യം ചോദിക്കാനുള്ളവര് അഭിപ്രായം ആദ്യം മറിയാം മജീദിന് ഒരു ചോദ്യം തുടങ്ങണം. വെച്ചാൽ മിക്കവർക്ക് എന്താ പറയുക, ആരെങ്കിലും ഒരാൾ തുടങ്ങിയാലേ പിന്നെ ബാക്കിയുള്ളവർക്ക് വരത്തുള്ളൂ. അതാണ് ഞാൻ കാണുന്നത് മിക്ക വെബിനാറിലും. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അടുത്ത് പറഞ്ഞ് പറയാം സ്റ്റുപ്പിഡിറ്റി ഹൈറ്റാണ്. ഇത് 4 പേര് എന്ത് വിചാരിക്കും, ഞാൻ ഈ ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും. അതാണ് ആദ്യത്തെ സ്റ്റുപ്പിഡ് തിങ്കിങ്. 4 പേര് ആരാണ് ചോദിച്ചാൽ ആരെന്ന് അറിഞ്ഞും കൂടാ. 4 പേര് എന്ത് പറയും, 4 പേര് എന്ത് ചിന്തിക്കും. ഈ 4 പേർ 4 ലോഗ്. മറിയാമ്മജി തുടങ്ങിക്കൊള്ളു ചോദ്യം, അല്ലെ ഒരു കമന്റ്. ഇന്നത്തെ ടോക്ക് കൊണ്ട് കുറെ എൻലൈറ്റൻമെന്റ് കിട്ടിയോ, കുറെ എംപവർമെന്റ് കിട്ടിയോ? ഞാനൊരു പ്രോമിസ് ആയിട്ടാണ് തുടങ്ങിയത്. ഞാൻ ആ വാഗ്ദാനം പാലിച്ചു. 50 മിനിറ്റ് പറഞ്ഞു സാറ് 45 മിനിറ്റിന് മുമ്പ് തീർത്തു. റൈറ്റ്, അത് ചെയ്തത്. അതല്ലാതെ കണ്ടന്റ് പുതിയതായിട്ട് വല്ലതും ഒരു തിങ്ക് ചെയ്യാനായിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുവന്നോ? ചില കാര്യങ്ങൾ, നാട്ടിലെ പല കാര്യങ്ങളും സ്റ്റുപ്പിഡിറ്റി ചില കൊട്ടേഷൻസ് ശരിയാണെന്ന് ബോധ്യമായോ? മറ്റേ പറഞ്ഞില്ലേ ഹൈഡ്രജനേക്കാളും കൂടുതലാണ് സ്റ്റുപ്പിഡിറ്റി എന്നുള്ളത് യൂണിവേഴ്സില്. ഇതേ തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട്. There are 2 things that are infinite. റോയ് MCGക്ക് അറിയാം, ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. There are 2 things that are infinite. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ്. എൻഡ്ലെസ് ആണ്. തുടക്കം ഒടുക്കം ഒന്നുമില്ല, എൻഡ്ലെസ് ആണ്. മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അത് പുള്ളി പറഞ്ഞത് ഫസ്റ്റ് ആദ്യത്തെ തിങ് ഈസ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എവിടെയാണ് അതിന്റെ ബോർഡർ, എവിടെ എൻഡ് ചെയ്യുന്നു, എപ്പോഴും തുടങ്ങി, എത്ര കൊല്ലത്തിന് മുമ്പ്, എങ്ങനെ തുടങ്ങി, ഇങ്ങനെ വലുതുണ്ട് ചോദ്യത്തിന്. യൂണിവേഴ്സ് ആണ് ഇൻഫിനിറ്റ്. എന്നിട്ട്
ആൽബർട്ട് ഐൻസ്റ്റൈൻ അടുത്ത് പറയാണ്, നമ്പർ 2 ഇസ് ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി. അതും ഇൻഫിനിറ്റ് ആണെന്ന്. ഇനിയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ വരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് നമ്പർ 1. യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണെന്ന് അങ്ങനെ ഷുവർ അല്ല, പക്ഷേ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി ഷുവർ ആണെന്നുള്ളത് അങ്ങനെ ഷുവർ ആണെന്ന് വെച്ചാൽ അത് എപ്പോഴും എനിക്കൊന്ന് അമേരിക്കയിൽ വന്നതിന് ശേഷമാണ്. ഞാൻ അമേരിക്കയിലാണ്. നിങ്ങൾക്ക് സ്റ്റുപ്പിഡിറ്റി കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് മരുന്ന് എക്സ്പയർ ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അല്ലേ? മരുന്നിന് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം. am I right? അല്ലേ? Yes. ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, ഡേറ്റ് ഓഫ് എക്സ്പയറി. പിന്നെ വേറെ ചില പ്രൊഡക്ട്സിനും മറ്റേ വെജിറ്റബിൾസും മുട്ടയൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫിംഗർ പ്രിന്റ് എക്സ്പയർ ചെയ്യുന്ന എങ്ങനെയപ്പാ? ഫിംഗർ പ്രിന്റ് എങ്ങനെ എക്സ്പയർ ചെയ്യും? ഞാനിവിടെ മറ്റേ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്ത് ഇത് സംഭവിച്ച 27 കൊല്ലത്തിന് മുമ്പുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം ചെന്ന് ഫിംഗർ പ്രിന്റ് കൊടുക്കണം. ഫിംഗർ പ്രിന്റ് എടുക്കുന്ന അവിടെ തന്നെ ചെന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്ന് ഫിംഗർ പ്രിന്റ് എല്ലാം കൊടുത്തു. എന്നിട്ട് അവിടുത്തെ പ്രോസസ്സിങ്ങിൽ ഡിലേ വന്ന കാരണം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇത് വരികയാണ്, ഒരു ലെറ്റർ വരികയാണ്, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് എക്സ്പയർ ചെയ്തു, അത് കാരണം ഇന്ന ദിവസം വന്ന് വീണ്ടും ഫിംഗർ പ്രിന്റ് എടുക്കാൻ വരണം. അപ്പോൾ എനിക്ക് ക്ലിനിക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ക്ലിനിക്ക് ക്യാൻസൽ ചെയ്ത് അന്നത്തെ 10-20 പേഷ്യൻ്റ് അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്ത് എൻ്റെ ഒരു ദിവസത്തെ ശമ്പളവും പോയി കിട്ടി. ഞാൻ അവിടെ ചെന്ന് രാവിലെ 8 മണിക്ക് പോയി ഒരു 10:30 ആയിട്ടാണ് ചെന്ന് ഫിംഗർ പ്രിന്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഫിംഗർ പ്രിന്റ് എടുക്കുന്ന ആളത്ത് ഒരു ചോദ്യം ചോദിച്ചു, ഹൗ ഡസ് ദി ഫിംഗർ പ്രിന്റ് എക്സ്പയർ? ഫിംഗർ പ്രിന്റ് എങ്ങനെ എക്സ്പയർ ചെയ്യുന്നുള്ളത്? ഒന്ന് അവനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇഫ് യു വാണ്ട് ആൻ ആൻസർ യു മസ്റ്റ് കോൾ വാഷിംഗ്ടൺ DC. ഇത് ഞാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. ഇത് തീരുമാനം വന്നത് എവിടെ നിന്നാണ്? വാഷിംഗ്ടൺ, അവിടെ നിന്നുള്ള തീരുമാനമാണ്. സോ യു മസ്റ്റ് കോൾ വാഷിംഗ്ടൺ DC. എന്നിട്ട് ആൾ ചോദിക്കാണ്, ഡു യു വാണ്ട് യുവർ ഫിംഗർ പ്രിന്റ് ടേക്കൺ ഓർ നോട്ട്? ഫിംഗർ പ്രിന്റ് എടുക്കുന്നു. ഞാൻ വിചാരിച്ചു ആ സ്റ്റുപ്പിഡിറ്റി അന്നായിരുന്നു. തീർന്നില്ല, ഞാൻ ഇവിടെ ജോലി കയറുന്നു, ഞാൻ VA ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നു, ഫെഡറൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, ഇവിടെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നു. ഓരോ 2 കൊല്ലം കഴിയുമ്പോഴും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും എൻ്റെ ഫിംഗർ പ്രിന്റ് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഒരു 2-3 മണിക്കൂർ പോയി കിട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ ആൽബർട്ട് ഐൻസ്റ്റൈൻ പണ്ടേ ഇവിടെ വന്ന് അനുഭവിച്ചോണ്ടായിരിക്കണം ഐൻസ്റ്റൈൻ എങ്ങനെ പറഞ്ഞത്, there are 2 things that are infinite, അല്ലെങ്കിൽ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി. ഈ ഒരു എക്സാമ്പിൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ഇൻട്രസ്റ്റിംഗ് ആണ് അയ്യട്ടെ, ഞാൻ പറഞ്ഞ ഫാക്റ്റാണ്. ഇത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ കണ്ടതാണ്, വർക്ക് ചെയ്യുമ്പോൾ കണ്ടതാണ്. ഇതിലപ്പുറം ഒരു സ്റ്റുപ്പിഡിറ്റി വേറെ എവിടെ കാണാൻ പറ്റും? നമ്മൾ വിചാരിക്കും അമേരിക്കയാണ്, അവിടെയെല്ലാം വളരെ വളരെ ഇതാണ്, മറ്റേതാണ് മറിച്ചതാണ്. അല്ല, ഒരു ക്ഷാമവും ഇല്ല അവിടെ സ്റ്റുപ്പിഡിറ്റിക്ക്. ചില പേഷ്യൻസിന് ഞാൻ പറയാം ഇനി അടുത്തത്, ഫാരിഞ്ചൈറ്റിസ്, തൊണ്ടവേദന, വൺ ഓഫ് ദി കോമൺ പ്രോബ്ലംസ്. ഇങ്ങനെ കുറേ പേരെങ്കിലും വരും സോർ ത്രോട്ടും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ തന്നെ ഞാനൊന്നൊരു ആൻറ്റിബയോട്ടിക് എഴുതാമെന്ന് പറഞ്ഞാൽ വളരെ 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 അപൂർവമായിട്ട് ആൻറ്റിബയോട്ടിക് എഴുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയും, ഓക്കെ, ത്രോട്ട് നോക്കും, ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ, വല്ല പസ് പഴുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ യെസ് ആൻറ്റിബയോട്ടിക് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ 95% വൈറസാണ്. ഞാൻ പറയും, യു ഡോണ്ട് നീഡ് ആൻ ആൻറ്റിബയോട്ടിക്, all you need is just gargle, saline gargle, warm saline gargle 3 times a day. Then avoid foods and drinks that are cold till the sore throat is gone. Nothing cold. ഇനി അടുത്ത ചോദ്യമാണ്, can I eat ice cream? എങ്ങനെയുണ്ട്? എല്ലാവരും അല്ല, കുറച്ച് പേര്, ഒരു 10 പേര് പറയുമ്പോൾ 2 പേരെങ്കിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട്, can I eat ice cream? ഇവരെല്ലാം ഐസ്ക്രീം അഡിക്റ്റഡ് ആണ്. നല്ലൊരു ശതമാനം പേരും ഐസ്ക്രീം ദിവസവും കഴിക്കുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? വേലപ്പമ്പിള്ളജി, ആംസിജി. അപ്പോഴേ എനിക്ക് ഉള്ളിൽ എനിക്ക് വല്ലാത്തൊരു എമോഷനാണ്. പക്ഷെ ഞാൻ മറച്ചു വെച്ചിട്ട് പറയും, ഇഫ് ദി ഐസ്ക്രീം ഈസ് വാം, യെസ് യു ക്യാൻ. ദി ഐസ്ക്രീം ഈസ് വാം, യു ക്യാൻ. അപ്പോഴാൻ പറയും, I get it എന്ന് പറയും. I get it. ഇനി അടുത്തത് കോവിഡ് വാക്സിൻ, അതും കൂടെ പറയുമ്പോഴേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇതിൻ്റെ എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചു. ഇനി അടുത്തത് എന്നെ സ്റ്റുപ്പിഡ് എന്ന് കുറേ പേര് വിളിച്ചു. അതായത് 1992
2006 അല്ല 2002 പിന്നെ 2006 കാര്യമായിട്ട് എന്നെ ഇയാൾക്ക് വട്ടാണ് കേട്ടാ. ഇയാൾ എന്ത് കാണിക്കുന്നു? ഇയാൾ സ്റ്റുപ്പിഡാണ്. എന്തിനാണ് 2002 40 വയസ്സായപ്പോഴും ഞാൻ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഞാൻ ശരി MRCPക്ക് ഒന്ന് ട്രൈ ചെയ്ത് കളയാം, അമേരിക്കൻ ബോർഡും എടുത്ത് കളയാം. അപ്പം അതിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതണം. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ വെരി വെരി ചലഞ്ചിങ്. 50% മാർക്കല്ല പാസ്സാകാൻ വേണ്ടത്. അമേരിക്കയിൽ ഇതിന് 75%. അതും 13 സബ്ജക്റ്റാണ്. അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇങ്ങനെ 13 സബ്ജക്റ്റ്. ഞാൻ MBBS പഠിച്ചു തീർന്നത് എപ്പോഴാണ്? എൻ്റെ 23ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. മിക്ക സബ്ജക്റ്റും ഒരു ടച്ചും ഇല്ല. അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എല്ലാം പണ്ടേ പഠിച്ച് മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളുടെ തന്നെ, നിങ്ങൾ SSLC പഠിച്ചത് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ വല്ലതും പറയോ? ഉത്തരം പറയോ? ഡെവലപ്പബിളജി ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ നിങ്ങൾ എഴുതാൻ പറ്റുമോ? മറിയാൻ മാറ്റി SSLC മിക്കവാറും നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടിക്കാണും. അതേ ചോദ്യ പേപ്പർ ഇപ്പൊ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണു മിഴിച്ചിരിക്കും. അതുപോലെയാണ് അനാറ്റമിക്ക് അന്തക്കാലത്ത് പഠിച്ചതാണ്. അതാണ് ടെസ്റ്റ് വീണ്ടും വരുന്നത്. ഓരോ ബോണും ഓരോ ആർട്ടറിയും എല്ലാം. ബയോകെമിസ്ട്രി അപ്പം ഞാനിത് പിന്നെ ഇംഗ്ലണ്ടിലെ പരീക്ഷ ആണെന്ന് വെച്ചാൽ പ്ലാബ് എന്നുള്ള പരീക്ഷ അത് 20% പേരെ പാസ്സാകത്തുള്ളൂ. അവിടെ മാർക്കുമല്ല. 100 പേര് എഴുതിയാൽ 20 പേരെ പാസ്സാകത്തുള്ളൂ. ബാക്കി 80 പേരെ തോപ്പിച്ചിരിക്കും. തോറ്റേ പറ്റൂ, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. MRCP 1/3 മാത്രമേ പാസ്സാകത്തുള്ളൂ, 2/3 തോക്കും. അപ്പം അങ്ങനെയുള്ളതിലാണ് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് പോകുന്നത് ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സും സീനിയേഴ്സും ജൂനിയേഴ്സും അവരത്തേക്ക് എന്താണ് ഇപ്പം നീ എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങളിപ്പം എന്ത് ചെയ്യാണ്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ UK പോകാനായിട്ട് പരീക്ഷയ്ക്ക്. UK എന്തിനാണ്? ഞാൻ പറഞ്ഞു പക്ഷേ ഇയാൾക്ക് വട്ടാണോ? ഇപ്പോൾ തനി പ്രായത്തിലായെന്ന് അറിയാമോ? 40 വയസ്സ്. ഈ വയസ്സുകാലത്താണ് ഇനി ചെന്ന് ഇതൊക്കെ എത്ര പരീക്ഷ ചെയ്തതെന്ന് അറിയാമോ? കൊച്ചു പയ്യന്മാർ പോലും ചെന്ന് തോക്കുന്നു. അപ്പോഴാണ് തനിക്ക് വട്ടാണ് കേട്ടാ. വേറെ കുറേ പേര് സ്റ്റുപ്പിഡ് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. പിന്നെ ഇയാളുടെ മൂപ്പിൽ എൻ്റെ അച്ഛന് കുറച്ച് ബിസിനസ്സും കുറേ കാശൊക്കെ ഉണ്ട്. ഞാനായിട്ട് അധികം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അന്ന്. ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാത്തൊരുത്തനാണ്. പിന്നെ മൂപ്പിലാൻ കുറേ ഉണ്ടാക്കിയിട്ടില്ല. അതിനെ പൊട്ടിക്കണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇങ്ങനെ എല്ലാ രീതിയിലും കളിയാക്കി സ്റ്റുപ്പിഡ് എന്നെല്ലാം വിളിച്ചു. ഐ വാസ് നോട്ട് ഡിസ്കറേജ്ഡ്, ഡീമോട്ടിവേറ്റഡ്. എനിക്ക് എൻ്റെതിലുള്ള കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആദ്യം ബാക്കിയുള്ളവരുടെ വിശ്വസിച്ചാണ് നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് വെച്ചാൽ പോക്കാണ്. യു മസ്റ്റ് ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്. എനിക്കുള്ള നല്ല സ്കിൽസ് എല്ലാം ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, ക്ലിനിക്കൽ സ്കിൽസ് ഉണ്ട്, മെമ്മറൈസിങ് സ്കിൽസ്. എല്ലാ ബുക്കുകളും വായിച്ചാണ്. സെൽഫ് ഡെവലപ്മെന്റ്, നേരത്തെ പറഞ്ഞ സെൽഫ് ഡെവലപ്മെന്റ് ബുക്സ് വായിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതി. എല്ലാ പരീക്ഷയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി. അതിന് അമേരിക്കയിലെ പരീക്ഷയ്ക്ക് 75% പാസ് പെർസെൻറ്റേജ്. എനിക്ക് 89 കിട്ടുന്നത്. അന്ന് ഞാൻ പഠിപ്പിച്ച പിള്ളേർക്ക് പോലും അത്രയും കിട്ടിയിട്ടില്ല, ഫ്രഷ് ആയിട്ട് പോയിട്ടുള്ളവർക്ക്. തിരിച്ചു വന്ന ഉടനെ ഇതേ ആൾക്കാർ എന്നെ എൻ്റെ വീട്ടിൽ അന്വേഷിച്ച് വരികയാണ്. ചില അവർക്ക് ഞാൻ തോറ്റു എന്ന് പറയുന്നത് കേട്ടാൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ വിചാരിക്കും തോറ്റാണ്. അവിടെ അന്നേ പറഞ്ഞില്ലേ, നീ കേൾക്കണ്ടേ, എന്താണ് അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. വീട്ടിൽ വരികയാണ്. പതുക്കെ വന്ന് ഒരു ചായ എല്ലാം ഒന്ന് കുടിച്ചു എല്ലാം കഴിഞ്ഞ് പിന്നെ എങ്ങനെയുണ്ട്, പിന്നെ മറ്റേ പരീക്ഷ എന്തായി ഞാൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് കുറേ ടഫായിരുന്നു. പിന്നെ അവർക്ക് അറിയേണ്ടത് തോറ്റോ അതാണ്. പരീക്ഷ ടഫായിരുന്നു. ഞാനും ആ സസ്പെൻസ് എങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണ്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ടഫായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ പാസ്സായി. ഒരു മൗനമാണ്. പെട്ടെന്ന് പാസ്സായി എന്ന് കേട്ടപ്പോൾ അത് അവർ എക്സ്പെക്ട് ചെയ്തതല്ല. അവർ എക്സ്പെക്ട് ചെയ്യുന്നതാണ് തോറ്റു എന്നുള്ളത്. ബാസിജി പിടികിട്ടിയ തോറ്റു എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നു പാസ്സായെന്നുള്ളത്. പിന്നെ നിങ്ങൾ ജീനിയസ് അല്ലേ? അപ്പം നേരത്തെ സ്റ്റുപ്പിഡ്, നേരത്തെ വട്ടാണ്, എല്ലാം മാറി. ജയിച്ചപ്പോൾ ഞാൻ ജീനിയസ് ആയി. 2002 ഞാൻ വർക്ക് ചെയ്യുന്ന അന്ന് അയോവയിലായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ഫെഡറൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഡിസ്ക്രിമിനേഷൻ ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞ് അതിനുള്ള ലീഗലായിട്ട് ഇതുണ്ട്. ഈ അതിലോട്ട് ഞാൻ പരാതി കൊടുക്കുന്നു, കംപ്ലൈൻറ്റ് ലീഗൽ ഇതിൻ്റെയൊക്കെ. അപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ബാക്കി എല്ലാവരും പറഞ്ഞ് ഇയാൾക്ക് വട്ടാണ്. ഫെഡറൽ ഗവൺമെൻറ് എടുത്ത് കേസ് കൊടുത്ത് ലീഗൽ ഇതാണ്, ജയിക്കാൻ പറ്റുന്നത് വിചാരിക്കുന്നുണ്ട്. ഇയാൾക്ക് വട്ടാണ്, യു ആർ സ്റ്റുപ്പിഡ്, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, മണി, എനർജി. എന്നാ കേസ് കംപ്ലീറ്റ് ഞാൻ ജയിച്ചോണ്ടേ ഇതേപോലെ തന്നെ എന്തായാലും മറ്റേ കേസ് ഞാൻ പറഞ്ഞ് ജയിച്ചു. അവർക്ക് ഇങ്ങനെ തന്നെ പാഠം പഠിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ആരെങ്കിലും ഒരാളിങ്ങനെ പഠിപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ. മൂന്നാമത്തെ 2006 എൻ്റെ മകനെ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ ആയപ്പോഴും ഞാൻ നാട്ടിൽ അഴിച്ചാണ് പിന്നെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം. നാട്ടിൽ കൊണ്ടുവന്ന് ചേർത്തു. അവിടെ സ്കൂളിൽ ചേർത്തവിടെ തന്നെ കുറേ പേര് ട്യൂഷൻ, മറ്റേ മാത്സിന് ഇവിടെ ട്യൂഷൻ, സയൻസിന് മറ്റേ ഇവിടെ പെരുക്കടയിൽ മറ്റേ കേശവത്ത്. ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ ട്യൂഷൻ അയക്കുന്നില്ല. ഇത് അമേരിക്ക അല്ല, ട്യൂഷൻ ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ പറയും ഒരു ഇതുമില്ല, ഒരു ട്യൂഷനും വേണ്ട.
തന്നെത്താനെ പഠിക്കാനായിട്ടുള്ള ഗൈഡൻസ് കൊടുത്താൽ മതി, പിള്ളേർ പഠിച്ചോളൂ. നിങ്ങൾ വെറുതെ നിങ്ങളുടെ മോനെ ഗിനി പിഗ് ആക്കുകയാണ് കേട്ടോ. കമൻ്റാണ്, നിങ്ങളുടെ മോനെ ഗിനി പിഗാണ്. ഇത്ര നക്കിത്തരം കാണിക്കരുത് കേട്ടാ. ഈ കാശ് ഇത്രയും ഇത് എന്ത് ചെയ്യുന്നത്? ട്യൂഷനൊക്കെ വിട്ടാൽ പയ്യന് വെറുതെ നിങ്ങൾ ഇതാക്കുകയാണ്. ഐ ഹാഡ് ഫുൾ കോൺഫിഡൻസ്, എനിക്കറിയാം എൻ്റെ മോനെ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളത്. അതിനുള്ള സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയും, ചില വെബ്സൈറ്റ് പറഞ്ഞു കൊടുക്കും, അതിൽ നോക്കും ചെയ്യും. അവന് 10ാം ക്ലാസ്സിൽ ഈ പാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അപ്പോഴും വരികയാണ്, അന്വേഷിച്ച് വരികയാണ്. ചില ഇവർക്കെല്ലാം ഈ മറ്റേതാണ് അറിയേണ്ടത്. എത്ര റാഫേൽ അടിച്ചു പോയി അതറിയുമ്പോഴാണ് സന്തോഷം, അല്ലേ? റാഫേൽ കുറേ അടിച്ചു പോയി, അത് സന്തോഷം. നമ്മൾ അത് തോറ്റു, സന്തോഷം. അതുപോലെ വരികയാണ് വീട്ടിൽ. പിന്നെ മോൻ്റെ എന്തായി, മോനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ പിന്നെ അടുത്ത് 10 കഴിഞ്ഞു. എങ്ങനെ പരീക്ഷയും കണ്ടായിരുന്നു? ഞാൻ പറഞ്ഞ അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടി. അപ്പോഴും ഒരു പെട്ടെന്ന് സ്റ്റോപ്പാണ്. വെച്ചാൽ അവർ വിചാരിക്കുന്നില്ല അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ട്യൂഷനൊന്നും ഇല്ലാതെ കയറി ഡിസ്റ്റിങ്ഷൻ കിട്ടി. അപ്പോഴും ഉണ്ടാണ് നിങ്ങളുടെ മോനല്ലേ, നിങ്ങളുടെ ജീൻസ് അല്ലേ. അപ്പം നേരത്തെ ഒരു 2-3 കൊല്ലത്തിന് മുമ്പ് എൻ്റെ ജീൻസ് അല്ലായിരുന്നു, അല്ലേ? ഒന്ന് ആലോചിക്കണം. ഞാൻ തർക്കിക്കാൻ പോയില്ല. ഞാൻ തർക്കിക്കാൻ പോയാൽ വെറുതെ ഇതാവും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഉള്ളിൽ ചിരിച്ചു. 3 കൊല്ലത്തിന് മുമ്പ് എൻ്റെ മോൻ അത് ജീൻസ് അല്ല, ഇപ്പോഴാണ് ജീൻസ്. ഇതാണ് നാട്ടിലെ സ്റ്റുപ്പിഡിറ്റിയുടെ. ഇനി 2 മിനിറ്റ് കൂടെ ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. 2 മിനിറ്റ്. വേലപ്പൻപിള്ള സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യണം വേലപ്പൻപിള്ളജി. Okay, thank you, madam, for giving me a chance to say a few words about on the talk. Thank you, dear sir, for coming here and delivering a very good speech, especially different from normal talk. സാർ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയാണ്. സാധാരണക്കാരുടെ ഒരു കോമൺ പീപ്പിളിനെ പോലെ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് ചിന്തിക്കുന്നതാണ്. ഞാൻ ജന്മം കേട്ടിട്ടുണ്ട് സാറിന്റെ പ്രഭാഷണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൾക്കാർ ഉറങ്ങിപ്പോകത്തില്ല. എന്റെ യൂട്യൂബ് വെബിനാർസ് സൗകര്യം കിട്ടിയെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണണം, എന്റെ യൂട്യൂബിലുള്ളത്. പിന്നെ വേലപ്പൻപിള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സീനിയറിനെ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പേര് എൻ്റെ സീനിയർ ആയിരുന്നു, നല്ല മിടുക്കനാണ്. എല്ലാം എന്നെ പോലെ MD എല്ലാം കഴിഞ്ഞു. അവസാനം ഒരു 55 വയസ്സിന് മുമ്പ് ആൾ വടിയായി. എന്തുകൊണ്ടാണ്? ആൽക്കഹോളിക് ലിവർ സിറോസിസ്. അപ്പോൾ സ്റ്റുപ്പിഡിറ്റി അല്ലേ? ആൽക്കഹോൾ കഴിച്ചാൽ എന്തൊക്കെ വരും എന്നുള്ളത് വേറെ ആർക്കറിയാം? ഡോക്ടർക്കെല്ലാം അറിയാവുന്നുള്ളത്, ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ആൻഡ് ഹി ആൽക്കഹോളിക് ഇതിലേക്ക് പുള്ളി. അത് കഴിഞ്ഞ് വേറെ 2 പേര്, ഒരു ജൂനിയർ സർജൻ, ഒരു സീനിയർ സർജൻ. ദേ ഓൾ ഡൈഡ് ബിഫോർ ദി ഏജ് ഓഫ് 50. സ്റ്റുപ്പിഡിറ്റി, ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് സ്റ്റുപ്പിഡിറ്റി എന്നുള്ളത് വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ നല്ല കമ്പനി, അവിടെ എല്ലാം കമ്പനി, ബാഡ് കമ്പനി വരും. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല ആരാണ് നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ്, അതാണ് പിന്നെ നിങ്ങളുടെ എല്ലാത്തിനെയും ഡിസൈഡ് ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്സായിട്ട് ഇത് ചെയ്യണം, നല്ല ഹാബിറ്റ്സും നല്ലതുള്ളതായിട്ടൊക്കെ. മറ്റൊരു വെള്ളം അടിക്കുന്ന കമ്പനി ആക്കി ഞാൻ നിങ്ങളും നാളെ വെള്ളം അടിച്ച് നിങ്ങൾ കാറ്റ് പോകും. ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഓൾ. സാറിനൊരു നന്ദി പറയണേ. Dear sir, thank you, dear sir, for coming over here again, and we are expecting much more talk from you on different subjects on common interest, not only medicine, but you are talking about the common daily life. ഇവിടെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിലും പേപ്പറുടെ താഴെ നോക്കാൻ കൂടുതൽ സ്റ്റുപ്പിഡിറ്റിയാണ്. ഇവിടെ ഓരോരുത്തരും പറയുന്നത് നമ്മുടെ സർക്കാരിന് വിമർശിക്കുകയല്ല, വിമർശിക്കാൻ പറ്റത്തുമില്ല. ഓരോന്നും കാണിക്കുന്നതും നമ്മൾ ഈ നമുക്ക് സാധാരണക്കാർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് സർക്കാർ. കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്നാലും ഇവിടെ വന്നതിൽ നമ്മുടെ IFPH ഒരു പ്രഭാഷണം വളരെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രഭാഷണം നടത്തിയതിൽ IFPHന് വേണ്ടിയിട്ടും എൻ്റെ സ്വന്തം പേരിലും നിങ്ങളെ അർപ്പിക്കുന്നു. താങ്ക് യു സർ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരു കൂടെ പറഞ്ഞാൽ നിർത്താം. ആ സ്റ്റുപ്പിഡിറ്റി ഏറ്റവും കൂടുതലുള്ളതിന്റെ ഒറ്റ പ്രൂഫാണ്. എനിക്കത് എനിക്ക് അറിയാം, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ശരിക്കും ഉറപ്പിച്ചതാണ് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ, മെട്രോമാൻ, ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരാൾ, 88 വയസ്സ്, അദ്ദേഹം മറ്റേ പത്മവിഭൂഷണം കിട്ടിയ മനുഷ്യൻ, പാലക്കാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറെ ഇതായിട്ട് പ്ലാനുമായിട്ടിരുന്ന് കണ്ടസ്റ്റ് ചെയ്ത് അങ്ങേരെ തോപ്പിച്ചു കൊടുത്തു. അതാണ് അതിന്റെ അപ്പുറം. ഞാൻ നേരത്തെ പറയുമ്പോൾ ഞാനത് തോപ്പിക്കുന്ന നമ്മുടെ ആൾക്കാരുടെ സ്റ്റുപ്പിഡിറ്റി, ഇത്രയും വലിയ ഒരാളിനെ. അതിനൊക്കെ കുറെ ഡെവലപ്മെന്റും വികസനവും അല്ല, രാഷ്ട്രീയമാണ് ഏറ്റവും വലുത്. രാഷ്ട്രീയമാണ് ഏറ്റവും വലുത്. ആ രാഷ്ട്രം, ആ സ്റ്റേറ്റിന്റെ, ആ സിറ്റിയുടെ, ആ ടൗണിന്റെ, അതിന്റെ വളർച്ച ഒന്നുമില്ല. അത്രയ്ക്ക് സ്റ്റുപ്പിഡാണ്. അദ്ദേഹം പ്രോജക്റ്റ് കൊണ്ടുവന്നു, പാലക്കാടിന് ഡെവലപ്മെന്റ് ആയിട്ട് പ്രോജക്റ്റ് കൊണ്ടുവന്നായിരുന്നു, എന്നിട്ടും ആൾക്കാർ അത് മൈൻഡ് ചെയ്യുന്നില്ല, തോപ്പിച്ചു കൊടുത്തു. നന്ദി വേലപ്പൻപിള്ള സാറേ. സാറിനെ കണ്ടിട്ടും കുറച്ചു നാളായി.
ഇന്നത്തെ ഈ അതെ ക്ലാസ് അതെ വളരെ സന്തോഷം. ഉം. അതുപോലെ നമുക്ക് എന്തായാലും നമ്മൾ ആരും ചിന്തിക്കാത്തൊരു വിഷയം, നമ്മൾ പലതും അറിഞ്ഞെങ്കിലും ഈ ഇതിലുള്ള സ്റ്റുപ്പിഡിറ്റി മനസ്സിലാക്കാതെ ഇരുന്ന ഒരു വിഷയമാണിത്. സാറ് വളരെ രസമായിട്ട് നമുക്ക് അതിന്റെ ബോധം തന്നു. ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ ഇനിയും ഞങ്ങൾക്ക് വേണം. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് വേണുഗോപാൽ എസ് റെഡ്ഡിയാർ ഡോക്ടർക്ക് വളരെ വളരെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പുതിയ വിഷയമായിട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടെയാണ്. അങ്ങനെ നമ്മളുടെ 1735 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി തീർന്നു. ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 1735 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സാറിന്റെ ക്ലാസ് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നന്ദി പറയുന്നത് ഞാൻ ഇദ്ദേഹത്തിന് ഡോക്ടർ ധനേഷിനെയാണ്. അദ്ദേഹമാണ് ഇങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഒരു ടോപ്പിക്ക് വേണം, എപ്പോഴാണ് ഡേറ്റും പറഞ്ഞു വരുന്നത്. അപ്പൊ അത് കാരണം പുള്ളി നിമിത്തമാണ് ഇത് നടക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതെ, അത് ശരിയാ സാറേ, ഉം. വളരെ ശരിയാണ്. അപ്പൊ പുള്ളിയാണ് അതിന്റെ ഈ ക്രെഡിറ്റ്. ഇതിന്റെ ക്രെഡിറ്റ് ഇഫ് യു എൻജോയ്ഡ്, അതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു ഡോക്ടർ ധനേഷ്. നന്ദി സാറേ, നന്ദി. ധനേഷ് സാർ അല്ലെങ്കിലും വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിനകത്ത് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഇന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഞാൻ സെക്കുലർ ആണ്. ഞാൻ സെക്കുലർ എന്ന് പറയുമ്പോൾ ഏത് മതവും ഒരേപോലെ കാണുന്നതാണ്. അതുപോലെ ഏത് സിസ്റ്റം ഓഫ് മെഡിസിനെ ഞാൻ ഒരേപോലെ കാണുന്നവനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഇതിന് എന്നെ ഇൻവൈറ്റ് ചെയ്തല്ലോ, കുറെ ഇതിന് ഫെലിസിറ്റേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് ഹോമിയോപ്പതി, എനിക്ക് അതിന് അലർജി ഒന്നുമില്ല. എനിക്ക് ചിലരാണെച്ചാൽ ഹോമിയോപ്പതിയെ പുച്ഛിച്ച് സംസാരിക്കും, ആയുർവേദത്തിനെ പുച്ഛിച്ച് സംസാരിക്കും, മറ്റേതിനെ പുച്ഛിച്ച് സംസാരിക്കും. നോ, ഓരോ സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള കുറെ സ്ട്രെങ്ത് ഉണ്ട്. എവറി സിസ്റ്റം ഓഫ് മെഡിസിൻ ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സ്ട്രെങ്ത്. അതിന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ ഇതായിട്ട് പറയത്തില്ല. ഞാൻ സെക്കുലർ ആണ്, ട്രൂലി സെക്കുലർ. ഓക്കെ, അതാണ് ഡോക്ടറുടെ ആ ഒരു കഴിവ്. ഏതായാലും വലിയ വലിയ ഉപകാരം സാറേ. വീണ്ടും വരണം. ഓക്കെ, ഗുഡ് നൈറ്റ്.